വിതയ്ക്കാൻ ഇനി കണ്ണുനീര് വല്ലതും ഉണ്ടോ? ഉപവസിക്കാൻ ഇനി ആരോഗ്യമുണ്ടോ? പ്രാർത്ഥിക്കാൻ ഇനി വേറെ ഏതെങ്കിലും മെത്തേഡുണ്ടോ? രാത്രിയിൽ ഇനി ഉണർന്നിരിക്കാൻ വേറെ ഏതെങ്കിലും നാഴിക ബാക്കിയുണ്ടോ? ഈ ആരാധന നിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. യു ആർ ടേണിംഗ് ടു യുവർ ബ്യൂട്ടി. ദിസ് ഈസ് യുവർ ഡേ ഓഫ് ടേണിംഗ് ആൻഡ് യു ഷാൽ ടേൺ ടു യുവർ ബ്യൂട്ടി. ഇന്ന് പകൽ നീ ഒരു മനോഹാരിതയിലേക്ക്, സുന്ദരമായ ഒരു ജീവിതത്തിലേക്ക് യു ആർ ഗോയിങ് ടു ടേൺ ടു ദ ബ്യൂട്ടി ഓഫ് യുവർ ലൈഫ്. ഹഗായിയുടെ പുസ്തകം 2-ാം അധ്യായം 18-19 വാക്യങ്ങൾ. നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെക്കുവിൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വെക്കുവിൻ. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഹഗായിയുടെ സഖറിയാവിൻ്റെയും ചരിത്രത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഏകദേശം സമകാലിക ചരിത്രമാണ്. എസ്രയുടെ നേതൃത്വത്തിൽ 70 സംവത്സരം നീണ്ടുനിന്ന പ്രവാസ കാലം ബാബിലോണിൽ അവസാനിച്ച് യെരൂശലേമിലേക്ക് മടങ്ങി വന്ന ജനത അവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടു. എന്നാൽ നീണ്ട 1.5 ദശാബ്ദക്കാലം ആ അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തുവാൻ കഴിയാതെ ജനം ഭയചകിതരായി നിന്നു. അന്ന് മുൻകാലത്ത് യെരൂശലേമിനെ ഭരിച്ച രാജാവിൻ്റെ കൊച്ചുമകനായിരിക്കുന്ന സെറുബാബേൽ ആ രാജ്യത്തിൻ്റെ ഗവർണറായി നിയമിക്കപ്പെട്ടു. യോശുവ എന്ന പുരോഹിതപുത്രൻ മഹാപുരോഹിതനായി അവരോധിക്കം ചെയ്യപ്പെട്ടു. അക്കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ പട്ടണത്തെ പണിതു വീണ്ടും റിസ്റ്റോർ ചെയ്യുവാൻ, റീബിൽഡ് ചെയ്യുവാൻ തക്കവണ്ണം ജനത്തെ ഉണർത്തുന്ന പ്രവാചകന്മാരായിരുന്നു ഹഗായി, സഖറിയാവ് തുടങ്ങിയവർ. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് 1-ാം അധ്യായത്തിൽ ഇസ്രായേൽ ദൈവാലയത്തിന് അടിസ്ഥാനമിട്ടെങ്കിലും പണിയാതെ കിടക്കുന്ന കാലത്തിൽ, ആകയാൽ അവർ ദൈവാലയത്തെക്കുറിച്ചുള്ള ചിന്താബോധം കുറഞ്ഞു പോകുമ്പോൾ, വിചാരം കുറഞ്ഞു പോകുമ്പോൾ അവർക്കുണ്ടാകുന്നതായ സാമ്പത്തിക നഷ്ടങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും, എന്നാൽ അവിടം തുടങ്ങിയവർ ജീവിതത്തിൽ ദൈവത്തിനും ദൈവാലയത്തിനും മുൻഗണന കൊടുക്കുവാൻ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഹഗായിയുടെ പുസ്തകത്തിൻ്റെ 2 അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹഗായിയുടെ പ്രവചനത്തിലെ, ഹഗായിയുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്വമേറിയ ഒരു ദിവസമായിരുന്നു ആ വർഷത്തിലെ 9-ാം മാസം 24-ാം തീയതി എന്നുള്ളത്. നമ്മുടെ കലണ്ടർ പ്രകാരം ഏതാണ്ട് ഡിസംബർ 5-ാം തീയതിയാണ് ഈ ഡേറ്റ് കടന്നു വരുന്നത്. അങ്ങനെ 9-ാം മാസം 24-ാം തീയതി ഹഗായിക്ക് 2 പ്രവചനങ്ങളുണ്ടായി. ഒന്ന് സഭയോടുള്ള ദൂതായിരുന്നു, 2 ഒരു വ്യക്തിപരമായി ഒരു ദൂതായിരുന്നു. ഹഗായിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ സഭയോടുള്ള ദൂതിനെയാണ് കാണുന്നത്. എന്നാൽ അതിൻ്റെ 20-ാം വാക്യത്തിൽ വീണ്ടും എഴുതിയിരിക്കുകയാണ്, 24-ാം തീയതി യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം ഹഗായിക്കുണ്ടായി. ഹഗായിക്ക് ഉണ്ടായ 2-ാമത്തെ അരുളപ്പാട് ശെയൽത്തിയേലിൻ്റെ മകനായ സെരുബാബേലിനോട് ഉള്ളതായിരുന്നു. സെരുബാബേലിൻ്റെ മേലുള്ള ദൈവ നിയോഗത്തെക്കുറിച്ച് പറയുന്നത്, സെരുബാബേലിനെ എടുത്ത് മുദ്രാമുദ്രമാക്കുമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ഇന്ന് ഞാനിത് പറയുമ്പോൾ ഓർപ്പിക്കട്ടെ, ഇനി ഈ പ്രസംഗത്തിനകത്ത്, ഇനി ദൈവവചന ശുശ്രൂഷയ്ക്കകത്ത് സഭയോടുള്ള ഒരു ദൂതുണ്ട്, എന്നാൽ വ്യക്തിപരമായ ചില ദൂതുകൾ ഉണ്ട്. 9-ാം മാസം 24-ാം തീയതി ഹഗായി പ്രവചിച്ചതിനകത്ത് ഒരു ഭാഗം സഭയോടായിരുന്നെങ്കിൽ അതിൻ്റെ 2-ാം ഭാഗം അതിൽ ഇസ്രായേലിൻ്റെ രാഷ്ട്രത്തിൽ ഒരുത്തനോടുള്ള ദൂതായിരുന്നു. അവൻ്റെ ലൈഫിനെ തിരിക്കുന്ന, അവനെ ദൈവം എടുത്ത് ഒരധികാരത്തിൻ്റെ അഭിഷേകത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്ന ഒരു തലമായിരുന്നു. ഞാൻ ആ ഭാഗങ്ങളുടെ വിശദീകരണത്തിലേക്ക് കടക്കാതെ 18-19 വാക്യങ്ങളിലേക്ക് കടന്നു വരികയാണ്. അവിടെ ഹഗായി പറയുകയാണ്, നിങ്ങൾ ഇന്ന് തുടങ്ങി മുമ്പോട്ട് ദൃഷ്ടി വെക്കുവേൻ. ഫ്രം ദിസ് ഡേ, ഈ ദിവസം തുടങ്ങി നിങ്ങൾ മുമ്പോട്ട് ദൃഷ്ടി വെക്കുവേൻ. കാരണം ഈ ദിവസം തുടങ്ങി നിങ്ങളുടെ ചരിത്രം തിരിയുകയാണ്.
ഈ ദിവസം തുടങ്ങി നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിലേക്ക് മാറുകയാണ്. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ മുൻപേ ആരംഭത്തിൽ അഭിഷക്തൻ സങ്കീർത്തന പ്രബോധനത്തിൽ ഓർപ്പിച്ചതുപോലെ ഇത് നിൻ്റെ തിരിവിൻ്റെ ദിവസമാണ്. ഇത് നിൻ്റെ ടേണിംഗ് പോയിൻ്റാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിനൊരു മനുഷ്യൻ്റെ ജീവിതത്തെ തിരിക്കാൻ ഒരു വർഷത്തിൻ്റെ ആവശ്യമില്ല, ഒരായുഷ്കാലത്തിൻ്റെ ആവശ്യമില്ല, ഒരു മാസത്തിൻ്റെ ആവശ്യമില്ല, ഒരാഴ്ചയുടെ ആവശ്യമില്ല. കർത്താവ് പറയുകയാണ്, ഫ്രം ദിസ് ഡേ, ഒറ്റ ദിവസം കൊണ്ട് എനിക്കൊരു ജീവിതത്തെ തിരിക്കാൻ കഴിയുക. ഇന്ന് പകൽക്കാലം എത്ര പേർ പറയുന്നു, എൻ്റെ ദൈവത്തിന് എൻ്റെ അവസ്ഥ മാറ്റാൻ ഒറ്റ ദിവസം മതി, എൻ്റെ ദൈവത്തിന് എൻ്റെ ചരിത്രം തിരുത്താൻ ഒറ്റ ദിവസം മതി. അധരം തുറന്ന് കരമടിച്ച് സ്തോത്രം ചെയ്ത് പറ, ഇന്നേ ഡേ, ഒരൊറ്റ ദിവസത്തിൽ ദൈവം സംഗതിയെ തിരിക്കാം. ഒരൊറ്റ ദിവസത്തിൽ ദൈവ സംഗതിയെ തിരിക്കാം. ശബ്ദമുയർത്തി പറ, ഒറ്റ ദിവസത്തിൽ. അത് നിൻ്റെ ശരീരത്തിലാകട്ടെ, അത് നിൻ്റെ കുടുംബത്തിലാകട്ടെ, അത് നിൻ്റെ ഉപജീവനത്തിലാകട്ടെ, സകല വിഷയത്തിന്മേലും ഇന്ന് പകൽ അധികാരത്തോടുകൂടി പറ, എൻ്റെ ദൈവത്തിന് ചരിത്രം തിരുത്താൻ ഒറ്റ ദിവസം മതി. ഇതൊറ്റ ദിവസത്തിൽ എൻ്റെ ദൈവം സകലത്തെയും തിരിക്കുവാൻ കഴിയുന്നവനാണ്. എന്നാൽ ഇവിടെ ഹഗായി പറയുകയാണ്, ഇന്ന് തുടങ്ങി നിങ്ങളുടെ സംഗതി മാറും. ഇന്ന് തുടങ്ങി നിങ്ങളുടെ സംഗതി മാറും. എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത? 9-ാം മാസം 24-ാം തീയതി അവരുടെ ജീവിതം തിരിയുമെന്ന്, അവരുടെ ജീവിതം ആകെ ഒരു ടേണിംഗ് പോയിന്റ് അവിടെ വെളിപ്പെടുമെന്ന് ഹഗായിയുടെ അടുക്കൽ ഹഗായി പറയുമ്പോൾ, എന്താണ് 9-ാം മാസം 24-ാം തീയതിയുടെ പ്രത്യേകത? അന്ന് ബർത്ത്ഡേ ആണോ? അന്ന് നാഷണൽ ഡേ ആണോ? അന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണോ? അന്ന് റിപ്പബ്ലിക് ഡേ ആണോ? അതൊന്നുമല്ല ആ ദിവസത്തിൻ്റെ പ്രത്യേകത. ആ ദിവസത്തിൻ്റെ പ്രത്യേകത, അന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് വെളിപ്പെട്ട ദിവസമാണ്. അന്ന് ദൈവത്തിൻ്റെ ദൂത് വെളിപ്പെട്ട ദിവസമാണ്. അന്ന് ദൈവം തൻ്റെ നാവനക്കി തൻ്റെ പ്രവാചകനിൽ കൂടെ ജനത്തോട് സംസാരിച്ച ദിവസമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയട്ടെ, നിന്നോടൊരു ദൂത് വെളിപ്പെട്ട ദിവസമുണ്ടെങ്കിൽ, നിന്നോടൊരു പ്രവാചകൻ സംസാരിച്ച ദിവസമുണ്ടെങ്കിൽ, നിന്നോടൊരു ദൂതൻ ഇറങ്ങി വന്ന ദിവസമുണ്ടെങ്കിൽ, അത് നിൻ്റെ ലൈഫ് ചേഞ്ചിങ് ഡേ ആണ്. ഇന്ന് പകൽക്കാല ഈ ദൂത് നിനക്കുള്ളതാണെങ്കിൽ ഇത് നിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. ഈ ദൂത് നിനക്കുള്ളതാണെങ്കിൽ ഇത് നിന്റെ ജീവിതം തിരിയുന്ന ദിവസമാണ്. അല്ല, ഇത് നീ ആരാധനയിൽ ഉറങ്ങുന്ന ദിവസമാണെങ്കിൽ ഉറങ്ങിക്കോ, അടുത്ത ആഴ്ചയും ഇങ്ങനെ തന്നെ പോകുക. അല്ല, ഇന്ന് നിന്റെ കാതുകൾക്കകത്തൊരു ദൂത് കയറി, ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്തൊരു ദൂത് കയറി, നീ ദൈവത്തിന്റെ ദൂതുമായി കണക്ട് ആകുന്ന ദിവസമാണെങ്കിൽ, if this is your day of encounter and this is your day of listening the voice of God, and if this is the day of your encounter, this will be your day of turning point. ഇന്ന് പകൽ ഒരു മഹാ ഷിഫ്റ്റിലേക്ക്, ഒരു മഹാ തിരിവിലേക്ക്, not a major shift but an unusual mega shift. നിന്റെ ജീവിതത്തെ തിരിക്കാൻ ഒരു ദൂത് വെളിപ്പെട്ടാൽ മതി. നിന്റെ ജീവിതത്തെ തിരിക്കാൻ ഒരു ശബ്ദം വെളിപ്പെട്ടാൽ മതി. മുന്തിരി ചക്കിനരികെ രഹസ്യത്തിൽ നിന്ന് ഗിദെയോന്റെ മുമ്പിൽ വെളിപ്പെട്ട ദൂതൻ ഒറ്റ ദിവസം കൊണ്ട് അവന്റെ ചരിത്രം തിരിച്ചെങ്കിൽ, പുകയുന്ന ധൂപപീഠത്തിന്റെ അരികെ വെളിപ്പെട്ട ദൂതൻ ഒറ്റ ദിവസം കൊണ്ട് സക്കറിയാവിന്റെ ചരിത്രം തിരുത്തിയെങ്കിൽ, അടച്ചിട്ട മുറിയിൽ അവൻ ഒറ്റയ്ക്കിരുന്ന മറിയത്തിന്റെ അടുക്കൽ കടന്നു വന്ന ദൂതൻ ഒറ്റ ദിവസം കൊണ്ട് അവളുടെ ചരിത്രം തിരിച്ചെങ്കിൽ, ഇന്ന് പകൽ നീ വിശ്വസിക്ക, ഇന്നേടെ ഒറ്റ ദിവസത്തിൽ ദൂത് വെളിപ്പെടുന്ന ദിവസത്തിൽ അങ്ങനെയെങ്കിൽ ഞാൻ ഇന്നിങ്ങനെ പറയുന്നു, നിന്റെ ദൂത് വെളിപ്പെടുന്ന ദിവസമാണ്. നിന്നോട് ദൈവം ഇടപെടുന്ന ദിവസമാണ്. നിന്റെ ജീവിതം മാറുന്ന ദിവസം. അങ്ങനെയെങ്കിൽ ഇന്ന് പറ, ഇന്നെനിക്കൊരു ദൈവശബ്ദം കേൾക്കണോ? ഇന്നെനിക്കൊരു ദൈവശബ്ദം കേൾക്കണോ? ഇന്നെനിക്കൊരു ദൈവശബ്ദം കേൾക്കണോ? അതൊരു പാട്ടിനകത്തായിരിക്കാം, പ്രസംഗത്തിനകത്തായിരിക്കാം, സ്വപ്നത്തിനകത്തായിരിക്കാം, വചനത്തിനകത്തായിരിക്കാം, വെളിപ്പാടിനകത്തായിരിക്കാം, ദർശനത്തിനകത്തായിരിക്കാം. ഒറ്റ ദർശനം നിന്റെ ലൈഫിനെ തിരിക്കുകയാണ്. ഇന്ന് പകൽ ഒരു ദൂത് മതി നിന്റെ ജീവിതം തിരിയാൻ, ഒരു വാഗ്ദത്തം മതി നിന്റെ ജീവിതം തിരിയാൻ, ഒരൊറ്റ ദൈവശബ്ദം മതി നിന്റെ ലൈഫ് ടേൺ ചെയ്യാൻ.
Latana Mahatania, Lakatoria Rahosatoria, Lamortania Pravesh Makatania. കർത്താവ് പറയുക സ്തോത്രം, ഇന്ന് തുടങ്ങി, ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെക്കുവീൻ, ഇന്ന് തുടങ്ങി മുമ്പോട്ട് ദൃഷ്ടി വെക്കുവീൻ. എന്നിട്ട് അവിടെ പറയുന്ന ഭാഗം ഇങ്ങനെയാണ്, സ്തോത്രം, ഇന്ന് തുടങ്ങി മുമ്പോട്ട് ദൃഷ്ടി വെക്കുവീൻ എന്ന് പറഞ്ഞാൽ ആമേൻ. അതിൻ്റെ ESV വെർഷനിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ആമേൻ, കൺസിഡർ ദ തിങ്സ് വിച്ച് ആർ ഹാപ്പനിങ് നൗ. ഇപ്പോൾ സംഭവിക്കുന്ന വിഷയങ്ങളെ കൺസിഡർ ദ തിങ്സ് വിച്ച് ആർ ഹാപ്പനിങ് നൗ. ഇന്ന് തുടങ്ങി സംഭവിക്കുന്ന വിഷയങ്ങളെ നീ നോക്കുക. എൻ്റെ സഹോദരങ്ങളെ, മനുഷ്യൻ നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്നറിയാവോ? വാട്ട് ഹാപ്പൻഡ് എന്നാണ് ചോദിക്കുന്നത്. ഇന്നലെ എന്ത് സംഭവിച്ചു, ഇന്നലെ എന്താണ് കണ്ടില്ലല്ലോ, ഇന്നെന്താ കണ്ടില്ലല്ലോ, വാട്ട് ഹാപ്പൻഡ്. മനുഷ്യൻ നിന്നോട് ചോദിക്കും വാട്ട് ഹാപ്പൻഡ്. പക്ഷെ കർത്താവ് പറയുകയാണ്, കൺസിഡർ ദ തിങ്സ് വിച്ച് ആർ ഹാപ്പനിങ് ആൻഡ് തിങ്സ് ടു ഹാപ്പൻ. ഇന്നലകളിൽ സംഭവിച്ചത് എന്തെന്നല്ല, സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തെന്നോ, സംഭവിപ്പാനുള്ളത് എന്തെന്നോ. ആമേൻ. ഇന്നലകളിൽ സംഭവിച്ചതിനെയല്ല, പകരം ഇന്ന് തുടങ്ങി സംഭവിക്കുന്നതായ, ആമേൻ, ഇന്നത്തെ പ്രസന്റിനകത്ത്, ഫ്യൂച്ചറിനകത്ത് നീ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് കർത്താവ് പറയുക, നീ ഇന്ന് തുടങ്ങി മുമ്പോട്ട് ശ്രദ്ധിക്കണം. ഇന്ന് തുടങ്ങി മുമ്പോട്ട് ശ്രദ്ധിക്കുമ്പോൾ നിന്റെ ചിന്ത എവിടെ പോകണമെന്നറിയാമോ? യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ആ ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ നീ ശ്രദ്ധ വെക്കണം. നിന്റെ ബുദ്ധി മുഴുവനും, നിന്റെ കണ്ണുകൾ മുഴുവനും യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ആ കാലത്തിലേക്ക് നീ പോകണം. യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനം. ദൈവത്തിൻ്റെ മന്ദിരത്തിന് 2 ഉദ്ദേശങ്ങളാണുള്ളത്. ദൈവത്തിൻ്റെ മന്ദിരത്തിന് 2 ഉദ്ദേശങ്ങൾ. ഒന്ന്, ദൈവത്തിൻ്റെ മന്ദിരം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. 2, ദൈവത്തിൻ്റെ ആലയം ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ആമേൻ, നീ ദൈവത്തിൻ്റെ പ്രസൻസിനെ ക്യാരി ചെയ്യാൻ തുടങ്ങുന്ന ദിവസം തുടങ്ങി, നീ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുന്ന ദിവസം തുടങ്ങി, അവിടെ നിന്റെ കാലം മാറുമെന്നാണ് പറയുന്നത്. ആമേൻ. മേക്ക് എ ഗുഡ് ഫൗണ്ടേഷൻ ഓഫ് വർഷിപ്പ് ആൻഡ് കീപ്പിംഗ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യത്തെ സൂക്ഷിക്കുന്ന ഒരു ആലയത്തിന് അടിസ്ഥാനമിട്ട് തുടങ്ങട്ടെ. ഇന്ന് പകൽ ഞാനൊരു കാര്യം നിന്നോട് പറയാം, നിന്റെ ആരാധനയ്ക്കൊരു അടിസ്ഥാനമില്ലെങ്കിൽ നിന്റെ സീസൺ ചേഞ്ച് ആകത്തില്ല. നിന്റെ ദൈവ സാന്നിധ്യത്തിന് നീ ഒരു അടിസ്ഥാനം ഇട്ടില്ല എങ്കിൽ നിന്റെ ലൈഫിന് ഒന്നും മാറത്തില്ല. ഇന്ന് പകൽ ഞാൻ ഇതിനകത്ത് ദൈവജനത്തോട് പറയുകയാണ്, ആലയത്തിന് അടിസ്ഥാനമിട്ടാൽ നിന്റെ ജീവിതത്തിൻ്റെ സീസൺ മാറാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ആലയത്തിന് അടിസ്ഥാനം ഇട്ടണം തുടങ്ങി അടുത്ത കാലത്തിലേക്ക് നോക്ക് എന്ന് പറഞ്ഞാൽ, അടിസ്ഥാനം ഇട്ട ദിവസം തുടങ്ങി കാലം. അപ്പോൾ ആലയത്തിന് അടിസ്ഥാനമിട്ടാൽ അവിടെ എന്തോ ആരംഭിക്കുക, ഒരു പുതിയ കാലം ആരംഭിക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ പറയുകയാണ്, നിന്റെ ആരാധനയ്ക്ക് നീ ഒരു അടിസ്ഥാനമിട്ടാൽ അവിടെ തുടങ്ങി ഒരു പുതിയ സീസൺ ആരംഭിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിന്നോട് ചോദിക്കുന്നു, എൻ്റെ വർഷിപ്പിന് നീ ഒരു അടിസ്ഥാനമിട്ട് തുടങ്ങുമോ? ഞാൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക, നീതിയിലും വിശുദ്ധിയിലും ഞാൻ ആരാധിക്കുക. എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നതിന് ഞാൻ മുൻഗണന കൊടുക്കുക. എൻ്റെ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനാ സമയത്തിന് ഞാനൊരു കൃത്യനിഷ്ഠ കൊടുക്കുക. 7:30 തുടങ്ങുന്ന ആരാധനയ്ക്ക് 9 മണിക്ക് ലാലാവാടി അടിസ്ഥാനം ഇളകിക്കിടക്കുന്ന ലൈഫിന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. എൻ്റെ ആരാധനയ്ക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാകുക. If your worship is a worship on foundation, a firm foundation, there shall be a new season for you. ഇന്ന് പകൽക്കാലം ഞാൻ പറയുകയാണ്, ആരാധനയാണ് മനുഷ്യൻ്റെ സീസണെ മാറ്റുന്നത്. ഇന്ന് പകൽ എത്ര പേർ പറയോ, ആരാധന എൻ്റെ സീസണെ മാറ്റോ? Make a good foundation of worship. ആരാധനയുടെ അടിസ്ഥാനം ഇട്ടപ്പോൾ അവൻ്റെ സീസൺ മാറി എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുകയാണ്, നിന്റെ ആരാധന നിന്റെ സീസണെ മാറ്റോ. ഇന്ന് പ്രഭാതത്തിൽ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ അഭിഷക്തൻ ഇവിടെ ഒരു സീസണെ ഓപ്പൺ ചെയ്യുകയുണ്ടായി. ആരാധന സീസണെ ഓപ്പൺ ചെയ്യുന്ന ആരാധനയാണ്. ഇന്ന് പകൽ ആരാധിക്കാൻ കെൽപ്പുള്ളവൻ ആരാധിച്ച് കയറി വാ. ആരാധന നിന്റെ സീസണെ ഓപ്പൺ ആക്കും.
യഹോവയുടെ മന്ദിരം ആരാധനയുടെ സ്ഥലമാണ്. എന്നാൽ യഹോവയുടെ മന്ദിരത്തിന് അതിനപ്പുറം ഒരു സംഗതി. യഹോവയുടെ മന്ദിരത്തിൽ ജനം ആരാധിക്കുമ്പോൾ എന്ത് സംഭവിക്കോ? മേഘം വന്ന് ആ മന്ദിരത്തെ മൂടോ. യഹോവയുടെ തേജസ് പുക പോലെ ആലയത്തെ നിറയ്ക്കോ. When you get ready to carry the presence, ദൈവ സാന്നിധ്യത്തെ നീ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, ദൈവ സാന്നിധ്യത്തിന് നീ ഒരു അടിസ്ഥാനമിട്ട് തുടങ്ങുമ്പോൾ, when you start to carry the presence, when you begin to stay with the presence, നീ ദൈവ സാന്നിധ്യത്തെ വഹിക്കാൻ തുടങ്ങിയാൽ, if you begin to carry the presence, your season shall be changed. ഇന്ന് പകൽ ഇതിനകത്ത് നിന്റെ മേൽ ഒരു സീസൺ മാറുന്ന ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് വരികയാണ്. ഈ ആരാധനയ്ക്കകത്ത് ഈ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആയി വരികയാണ്. ഈ ആരാധനയുടെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആവുകയാണ്. Somebody is receiving a supernatural presence of God. ഇന്ന് പകൽ ഇതാ നീ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവ സാന്നിധ്യത്തിലേക്ക് നിന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു anointing. ലാസ്മലിയ കട്ടൂലിയ റാസ്മത്തേനിയ ഇന്ന് പകൽ ഇതിനകത്ത് ഹോളി സ്പിരിറ്റ് ഇന്ന് പകൽ ഇതിനകത്ത് പല അനോയിന്റിങ്ങുകൾ വെളിപ്പെട്ട് വരും. ഇന്ന് പകൽ ഞാൻ നിൽക്കുന്നത് ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജിനകത്താണ്. ഇതിനകത്ത് പല അനോയിന്റിങ്ങുകൾ മാനിഫെസ്റ്റ് ചെയ്യുക, പല അനോയിന്റിങ്ങുകൾ ഇമ്പാർട്ട് ചെയ്യപ്പെടും. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ പോലും കരുതാത്ത ഒരു അനോയിന്റിങ് റലം ഇതിനകത്ത് ഓപ്പണായി വരുന്നു. അതെന്നോട് ഇങ്ങനെ പറയുന്നു, പ്രസൻസ് ക്യാരിയിങ് അനോയിന്റിങ്. ഇതിനകത്ത് അറ്റ്മോസ്ഫിയർ മാറി വരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളിൽ ചിലർ മാത്രം സെൻസ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിക് ചേഞ്ച് ഇതിനകത്ത് ഓപ്പൺ ആവുകയാണ്. From right now, Laba Katalia Pravartania, you are going to carry a supernatural presence. La Satania, you are going to be aligned with the presence. Las Rahat Namahatori Sampravajia Nakati Ambala Katima Hasateri Yabahasperia Las Bartonia, immersed in the presence, aligned with the presence, connecting with the presence. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. You are going to be carried in the presence, and you are going to carry the presence. La Satalia, ക്രിസ്തുവിനകത്തേക്ക് നീ മറയുകയാണ്. La Sateria, നിന്റെ ഈ ഉപവാസത്തിനകത്ത് ദൈവത്തിനൊരു വിടുതലല്ല നിനക്ക് തരാൻ പോകുന്നത്. പകരം വിടുവിക്കുന്നവൻ നിന്നോടുകൂടെ ഇറങ്ങി നിൽക്കാൻ പോവുകയാണ്. A mighty presence is going to be aligned and connected with you. Lara Mahasatania, Lartania. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ദൈവത്തോട് കൂടെ നടക്കുന്നവൻ ജനിപ്പിക്കോ. ഇന്ന് പകൽ ഒരു പ്രസൻസ് നിന്നെ കണക്ട് ചെയ്യുകയാണ്. നിനക്ക് കൈയടിക്കാൻ പറ്റത്തില്ല, നിനക്ക് ആത്മാവി നിറയാൻ പറ്റത്തില്ല. നീ ചിന്തിക്കുന്ന പോലെ അന്യഭാഷയോ തുള്ളലോ ഒന്നും നിനക്ക് സംഭവിക്കത്തില്ല. പകരം നീ ഇങ്ങനെ ഫ്രീസ് ആയി പോവുകയാണ്. 2-3 minutes പരിശുദ്ധാത്മാവിനെ ഇവിടെ സ്റ്റക്ക് ആക്കുന്നു. നീ ഫ്രീസ് ആകാൻ പോവുകയാണ്. A presence. La Salakatelia Ratani. യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടു. അവന്റെ സീസൺ മാറാൻ തുടങ്ങി. You shall carry his presence and your season shall be changed. ഇന്ന് പകൽ ഞാൻ ദൈവത്തിന്റെ പൈതലെ നിന്നോട് പറയുന്നു, നിന്റെ സീസൺ മാറുന്നത് ഒരു വിടുതലിനകത്തല്ല, നിന്റെ സീസൺ മാറുന്നത് ഒരു കാറിനകത്തല്ല, നിന്റെ സീസൺ മാറുന്നത് ഒരു വീട് കിട്ടുമ്പോഴല്ല, നിന്റെ സീസൺ മാറുന്നത് ഒരു ലോൺ പാസ്സാകുമ്പോഴല്ല, നിന്റെ സീസൺ മാറുന്നത് നിന്റെ കുഞ്ഞുങ്ങൾ എക്സാം പാസ്സാകുമ്പോഴല്ല, നിന്റെ സീസൺ മാറുന്നത് നിന്റെ കല്യാണം നടക്കുമ്പോഴല്ല, നിന്റെ സീസൺ മാറുന്നത് എൻകൗണ്ടറിനകത്താണ്, പ്രസൻസിനകത്താണ്, വർഷിപ്പിനകത്താണ്. Yes, your season is being changed. സാന്നിധ്യം ചുമക്കുന്ന ചിലരെ ദൈവം ഇതിനകത്ത് തിരഞ്ഞെടുക്കുകയാണ്. Let me repeat. സാന്നിധ്യം ചുമക്കുന്ന ഒരു അഭിഷേകം ചിലരുടെ മേൽ ദൈവം നൽകുകയാണ്.
ലർഥേനിയ. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധയോടെ ആവലോടുകൂടെ ഇരുന്നാട്ടെ. യെസ്, ഈഗർ ഫോർ ആൻ അനോയിന്റിംഗ്, ഒരു അഭിഷേകത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ടിരുന്നാട്ടെ. യെസ്, ഒരു പക്ഷേ ഈ ദിവസമായിരിക്കും നിന്റെ മേലെ തീ വന്ന് വീഴുന്നത്. ഒരു ദിവസം, ഒരു പക്ഷേ ഇന്ന് പകലായിരിക്കും നിന്റെ മേലെ കൊടുങ്കാറ്റ് വാരി ചുറ്റി അടിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് പകലായിരിക്കും നിന്റെ വായിൽ നിന്നൊരു അന്യഭാഷ പുറപ്പെടുന്നത്. ഒരു പക്ഷേ ഇന്ന് പകലായിരിക്കും നീ ഒരു പ്രവാചകനായി ഷിഫ്റ്റ് ആകുന്നത്. Be eager in his presence. കൊതിയോടെ ദൈവസന്നിധിയിൽ ഇനി മക്കളെ, കൊതിയോടെ. അവൻ ശിശുക്കളുടെയോ ഫീഡിംഗ് ബേബീസിന്റെയോ വായിൽ നിന്ന് ബലം നിയമിക്കുന്ന ദൈവമാണെങ്കിൽ ഇന്ന് പകൽ അവൻ വിക്കി വിക്കി പറയുന്ന നിന്റെ കുഞ്ഞു വായ് കൊണ്ട് ജീസസ് ലഖ്തരമ പ്രഭാർഥേനി ധീലബഹസറ്റാരിയ ലർഥോനിയ മഹസറ്റാനി. ഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടാൽ അവിടെ ഒരു പുതിയ സീസൺ ഓപ്പൺ ആകും. വർഷിപ്പ് ബിഗിൻസ് എ സീസൺ, പ്രസൻസ് ബിഗിൻസ് എ സീസൺ. ജീസസ് ഇന്ന് പകൽ പറഞ്ഞോ, ആരാധന ഒരു സീസണെ തുറക്കും, സാന്നിധ്യം ഒരു സീസണെ തുറക്കും. ടൽഹസറ്റാരിയ യാഖോറമഹസത്താരി. ഈ ആരാധന തീരുന്നതിന് മുമ്പേ ഒരഭിഷേകം നിന്റെ മേൽ വീഴും. 19-ാം വാക്യത്തിൽ പക്ഷേ അടുത്ത ചോദ്യമാണ് ചോദിക്കുന്നത്. സീസൺ മാറുമെന്ന് പറഞ്ഞിട്ട് 19-ാം വാക്യത്തിൽ ചോദിക്കുക, കളപ്പുരയിൽ ഇനിയും വിതയ്ക്കാൻ വല്ല വിത്തുമുണ്ടോ? കളപ്പുരയിൽ ഇനി വിതയ്ക്കാൻ വല്ല വിത്തുമുണ്ടോ? വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുണ്ടോ? എന്തായിരിക്കും ഇവരുടെ മറുപടി എന്നറിയാം? ഇത് ഡിസംബർ 5 അല്ലെങ്കിൽ 9-ാം മാസം 24-ാം തീയതി വിതയുടെ കാലം കഴിയുമ്പോഴാണ് ഈ 9-ാം മാസം 24-ാം തീയതി. അപ്പോൾ കളപ്പുരയിലിരുന്ന വിത്തെല്ലാം എടുത്ത് എവിടെ ഇട്ടു? ഉഴവുപുളിയിൽ വിതച്ചു. കളപ്പുരയിൽ ഇനിയും വിത്ത് ഒന്നുമില്ല. കർത്താവ് ചോദിച്ചു, കളപ്പുരയിൽ ഇനി വിത്ത് വല്ലതും ഉണ്ടോ? ജനത്തിൻ്റെ മറുപടി എന്താണെന്നറിയാമോ? ഇല്ല. ഇന്ന് പകൽ ഞാൻ നിന്നോട് ചോദിക്കുക, വിതയ്ക്കാൻ ഇനി കണ്ണുനീര് വല്ലതും ഉണ്ടോ? ഉപവസിക്കാൻ ഇനി ആരോഗ്യമുണ്ടോ? പ്രാർത്ഥിക്കാൻ ഇനി വേറെ ഏതെങ്കിലും മെത്തേഡുണ്ടോ? രാത്രിയിൽ ഇനി ഉണർന്നിരിക്കാൻ വേറെ ഏതെങ്കിലും നാഴിക ബാക്കിയുണ്ടോ? Any remaining there? ഇസ്രായേൽ പറഞ്ഞു, ഇല്ല, കളപ്പുരയിൽ ഉള്ളതെല്ലാം വിതച്ചു. കരയാവുന്നിടത്തോളം കരഞ്ഞു, ഉപവസിക്കാവുന്നിടത്തോളം ഉപവസിച്ചു, പ്രാർത്ഥിക്കാവുന്നിടത്തോളം പ്രാർത്ഥിച്ചു, ക്ഷമിക്കാവുന്നിടത്തോളം ക്ഷമിച്ചു, സഹിക്കാവുന്നിടത്തോളം സഹിച്ചു, കേൾക്കാവുന്നിടത്തോളം കേട്ടു, കരയാവുന്നിടത്തോളം കരഞ്ഞു. രാത്രിയിൽ ഇനി ഞാൻ കാണാത്ത മണിക്കൂറുകളൊന്നുമില്ല, രാത്രിയിൽ ഞാൻ കാണാത്ത സമയങ്ങളൊന്നുമില്ല. കളപ്പുരയിൽ ഇനി വിതയ്ക്കാൻ ഒന്നുമില്ല. When your barn becomes empty, നിന്റെ കളപ്പുരകൾ ശൂന്യമാകുമ്പോൾ, നിന്റെ കളപ്പുരകൾ ശൂന്യമാകുമ്പോൾ, നിന്റെ ബലം ക്ഷയിക്കും, നിന്റെ എല്ലാ ഓപ്ഷനുകളും തീരുമ്പോൾ, എല്ലാ സാധ്യതകളും തീരുമ്പോൾ, കളപ്പുരയിൽ ഇനിയും എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? കളപ്പുരയിൽ ഇനി ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ? കളപ്പുരയിൽ ഇനി ഏതെങ്കിലും ഹോസ്പിറ്റൽസ് ഉണ്ടോ? കളപ്പുരയിൽ ഇനി ഒരു തരി പൊന്നിരിപ്പുണ്ടോ? വാട്ട് ഈസ് ദെയർ ഇൻ യുവർ ബാൺ? മുട്ടാൻ ഇനി ഒരു വാതിലുണ്ടോ? പറയാൻ ഇനി ഒരു പാസ്റ്ററുണ്ടോ? ആലോചന ചോദിക്കാൻ ഇനി ഒരു പ്രവാചകനുണ്ടോ? പറയാൻ ഇനി ഒരാളുണ്ടോ? Nobody, nothing there. My barn is empty. My barn is empty. My barn is empty. അവന്റെ കളപ്പുര ശൂന്യമായ 9-ാം മാസത്തിൽ ദൈവം ഒരു പ്രവാചകനെ അവന്റെ അടുക്കൽ അയച്ചു. ആ പ്രവാചകൻ അവനോടും
പറയാൻ തുടങ്ങി. നിന്റെ സീസൺ മാറും. In the midst of your emptiness, the depth of your emptiness, at the end of your emptiness, മാവ് പൊടിയിരുന്ന പാത്രം കമത്തിയിട്ട് തട്ടിയിട്ട അവസാനത്തെ അപ്പത്തിന് കുഴച്ചത് അതും തീരാൻ പോവുക. At the tip of the emptiness, അവൾ വിറക് വറക്കാൻ പോയി. At the doorstep of Sarephath, she met a prophet, and the prophet went with her to her house, and the season started to be changed. കലത്തിലെ മാവ് തീർന്ന ഭരണിയിലെ എണ്ണയിൽ dear child of God, you are at the bottom of the emptiness. You are at the tip of the emptiness. Right now, a word is touching you. A prophet is entering in your life. A prophecy is being activated in you. And the fire. Rosa bebelehete rase ratho rambala sange ratho nase rathe lasmere. അറിയാവുന്ന വിധത്തിലെല്ലാം പ്രാർത്ഥിച്ചു പാസ്റ്ററെ, അറിയാവുന്നിടത്തോളം എല്ലാം കരഞ്ഞ ദൈവദാസനെ, ഉപവസിക്കാവുന്നിടത്തോളം ഒക്കെ ചെയ്ത് എൻ്റെ പൊന്നു പാസ്റ്ററെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കളപ്പുരയിൽ ഇനി വിത്തില്ല, കലത്തിൽ ഇനി മാവില്ല, ഭരണിയിൽ ഇനി എണ്ണയില്ല. ഇനി ആകെയുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ, ചത്താ മതിയായിരുന്നു, ചത്താ മതിയായിരുന്നു, ചത്താ മതിയായിരുന്നു, ചത്താ മതിയായിരുന്നു. ഞാൻ ഒരുത്തം മാത്രം ശേഷിച്ചു, ചത്താ മതിയായിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയാം, സരപ്തയിലെ വിധവയെ ആശ്വസിപ്പിക്കാൻ ഒരു പ്രവാചകൻ മതിയായിരുന്നു. പക്ഷേ പ്രവാചകന് ഡിപ്രഷൻ അടിച്ചാലോ? സരപ്തയിലെ വിധവ പറഞ്ഞ് ഞാനിന്ന് ചാവുക. ഒരു പ്രവാചകൻ ചെന്നാൽ ഹീൽ ചെയ്യാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ഏലിയാവിന് ഡിപ്രഷൻ അടിച്ചാലോ? വേറൊരു പ്രവാചകനുണ്ടോ ഏലിയാവിനെ ധൈര്യപ്പെടുത്താൻ? ഞാനൊരു കാര്യം പറയാം, നിന്റെ അഭിഷേകം വലുതാവുന്ന അനുസരിച്ച് മനുഷ്യനെ നിന്നെ സഹായിക്കാൻ പറ്റാതായിപ്പോ. നീ സാധാരണക്കാരനാണ്, ഒത്തിരി പേർക്ക് നിന്നെ സഹായിക്കാം. ഏലിയാവിനെ സഹായിക്കാൻ ഏലിയാവിനോട് ആരാ ദൂത് പറയുന്നത്? ഏലിയാവിനോട് ആരാ ധൈര്യപ്പെടുത്തുന്നത്? When your anointing escalates,
your helping hands will be reduced. അഭിഷേകം കൂടുമ്പോൾ സഹായത്തിൻ്റെ കരങ്ങൾ കുറഞ്ഞു പോകും. നീ ചുറ്റുപാട് നോക്കുമ്പോൾ ചിലർക്കെല്ലാം ഒത്തിരി അമ്മാച്ചന്മാരും ഉപ്പാപ്പന്മാരും ഒത്തിരി കൊച്ചമ്മമാരും അമ്മാവിമാരും ഒക്കെ കാണും. പക്ഷെ നിനക്ക് മാത്രം ആരുമില്ലല്ലേ? ഏലിയാവിനും ആരുമില്ലായിരുന്നു. But there an angel descended. ഇന്ന് പകൽ ഞാനൊരു യാഥാർത്ഥ്യം പറയാം. നിന്റെ അഭിഷേകം നിന്നെ ആർക്കും സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയെ കൊണ്ടിട്ടു. പക്ഷേ സ്വർഗകവാടം തുറക്കുമേനിക്കായി സൈന്യം വരും നിശ്ചയം. എൻ്റെ അഭിഷേകത്തിൻ്റെ മഹത്വം നിമിത്തം ഒരു സാധാരണക്കാരനും എന്നെ സഹായിക്കാൻ കഴിയത്തില്ല. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, സ്വർഗകവാടം തുറക്കുമേനിക്കായി സൈന്യം വരും നിശ്ചയം. സ്വർഗകവാടം തുറക്കുമേനിക്കായി സൈന്യം വരും നിശ്ചയം. ഓ സ്വർഗകവാടം തുറക്കുമേനിക്കായി സൈന്യം വരും നിശ്ചയം. സ്വർഗകവാടം തുറക്കുമേനിക്കായി സൈന്യം വരും നിശ്ചയം. Jesus, your barn is empty. നിന്റെ കളപ്പുര ശൂന്യമായി. പക്ഷേ ശൂന്യമായ കളപ്പുരയ്ക്കപ്പുറം ദൈവം അവനെ 4 ഫ്രൂട്ട്സ് കാണിക്കുകയാണ്. 4 ഫലങ്ങളെ കാണിച്ചിട്ട് ദൈവം അവനോട് സംസാരിച്ചു തുടങ്ങി. 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ശൂന്യമായ കളപ്പുരയ്ക്കപ്പുറം നിനക്ക് കാണാൻ 4 കാര്യമുണ്ട്. 1 ഒരു മുന്തിരിവള്ളി, 2 ഒരത്തിവൃക്ഷം, 3 മാതളം, 4 ഒലിവ് മരം. ഇത് 4ഉം നിന്റെ ജീവിതത്തിൽ കായ്ക്കും. ഇന്ന് പകൽ you are at the tip of the emptiness, you are at the bottom of the emptiness, but I have something to say you. അതിതാണ് നിന്റെ മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവും ഫലം കായ്ക്കും. ഇന്ന് പകൽ ഇതിനകത്ത് 4 കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഇത് 4 തലത്തിലായിരിക്കാം, ഒരുപക്ഷെ ഈ 4 ഒരുത്തൻ്റെ മേളിൽ വെളിപ്പെട്ടേക്കാം. ഇന്ന് പകൽ ഞാൻ ഒന്നാമത് പറയുന്നു, നിന്റെ മുന്തിരിവള്ളി ഫലം കായ്ക്കും. അധരം തുറന്ന് പറയാമെന്നവർ പറഞ്ഞോ, എൻ്റെ മുന്തിരിവള്ളി ഫലം കായ്ക്കും. എൻ്റെ കളപ്പുര ശൂന്യമായി, പക്ഷേ എൻ്റെ മുന്തിരിവള്ളി ഫലം കായ്ക്കും. മുന്തിരി യഹൂദിയ പാരമ്പര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, യഹൂദിയ പാരമ്പര്യത്തിൽ മുന്തിരി ഉണ്ടെങ്കിലേ അവിടെ എന്തോ നടക്കത്തുള്ളൂ എന്നറിയാമോ? അവിടെ ഉത്സവം നടക്കത്തുള്ളൂ. അവിടെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും എന്തു വേണം? ശബത്ത് നാളായിരുന്നാലും പെസഹയായിരുന്നാലും ഏത് പെരുന്നാളായിരുന്നാലും ഒരു യാഗം കഴിക്കുവാണെങ്കിൽ പോലും അതിനകത്ത് എന്ത് ചെയ്യണം? കാൽഹീൻ വീഞ്ഞ് ഒഴിക്കണം. അപ്പോൾ അവൻ്റെ ഏത് റിച്വൽസും ഫെസ്റ്റിവൽസും നടക്കണമെങ്കിൽ അവൻ എന്തു വേണോ? അവന് മുന്തിരി വേണോ? പക്ഷേ അവൻ്റെ കുടുംബത്തിൽ ഒരു റിച്വലും ഒരു ഫെസ്റ്റിവലും നടക്കാതെ വേണോ അവൻ്റെ മുന്തിരിവള്ളികൾ ഉണങ്ങിപ്പോയിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാല നിന്റെ ശൂന്യതകൾക്കപ്പുറം നിന്റെ മുന്തിരിവള്ളികൾ തളിർക്കുവാൻ, നിന്റെ മുന്തിരിവള്ളി ഫലം കായ്ക്കുവാൻ തുടങ്ങുമ്പോൾ അതിനകത്തെ അരുളപ്പാടിതാണ്, ഒരു സീസണിലേക്ക് അടഞ്ഞുപോയിരുന്ന നിന്റെ ഉത്സവങ്ങൾ ഇന്ന് പകൽ ദൈവം അതിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിന്റെ മക്കളുമായി നിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില ഉത്സവങ്ങൾ, ചില ആഘോഷങ്ങൾ, അതിൻ്റെ ബ്ലോക്കേഡുകൾ സ്വർഗം പൊളിക്കുന്ന പകലാണ്. ഹോളി സ്പിരിറ്റ്
സ്തോത്രം, 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 സ്തോത്രം. എന്താണ് മുന്തിരിവള്ളി? എന്താണ് മുന്തിരിയുടെ അനുഭവം? ഞാനതിൻ്റെ ഒരു 3 കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ മുമ്പോട്ട് പോകാം. സ്തോത്ര 104 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 104 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 14-15 വാക്യങ്ങളിൽ അവിടെ ദൈവം വൈവിധ്യത്തെ, സസ്യവൈവിധ്യങ്ങളെ കാണിക്കുകയാണ്. അതിൻ്റെ 14 വാക്യത്തിൽ പറയുകയാണ്, മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യന് സസ്യവും കൊടുക്കുന്നു. അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് കാണാൻ കഴിയുക. ഇന്ന് പകൽക്കാലം ദൈവജനം തിരിച്ചറിയണം, ദൈവം ഒരുക്കുന്ന എല്ലാ നന്മകളോ എല്ലാവർക്കും ഉള്ളതല്ല. സ്തോത്ര, ദൈവം ഒരുക്കുന്നതെല്ലാം എല്ലാവർക്കും ഉള്ളതല്ല. നമ്മുടെ ഇടയിലൊക്കെ ചിലർ ചോദിക്കുക, ഇതുമൊക്കെ ദൈവം ഉണ്ടാക്കിയതല്ലേ? ദൈവം ഉണ്ടാക്കിയത് മനുഷ്യന് അനുഭവിക്കാനല്ലേ എന്ന്. ഞാൻ പറയട്ടെ, ദൈവം എല്ലാം ഉണ്ടാക്കിയത് എല്ലാവർക്കും അനുഭവിക്കാനല്ല. there is classification. മൃഗങ്ങൾക്ക് പുല്ല് കൊടുത്തോ, മനുഷ്യന് സസ്യം കൊടുത്തോ. പെന്തക്കോസുകാരന് വേണ്ടി ദൈവം ഉണ്ടാക്കിയത് ചിലതുണ്ട്, ജാതികൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് ചിലതുണ്ട്. മൃഗത്തിന് വേണ്ടി പുല്ല് മുളപ്പിക്കുക, മനുഷ്യന് വേണ്ടി സസ്യം മുളപ്പിക്കുക. മനുഷ്യ, നീ മൃഗത്തിനുള്ളത് വാരിയിട്ട്, നീ മൃഗത്തിനുള്ളത് അണിഞ്ഞ്, നീ മൃഗത്തിനുള്ളത് തിന്നും കൊണ്ട് നടക്കരുത്. നീ മനുഷ്യനുള്ള, ദൈവമൈതലിനുള്ള, ദൈവമനുഷ്യനുള്ള അനുഗ്രഹങ്ങളെ, ദൈവത്തിനും ദൈവമനുഷ്യനും ഉള്ളതിനെ നീ തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കണം. സ്തോത്രം. ഞാൻ മുൻപോട്ട് കയറുകയാണ്. മനുഷ്യൻ്റെ ഉപയോഗത്തിനായി സസ്യം മുളപ്പിക്കുന്നു. എന്നിട്ട് ആ സസ്യത്തെ 4ആയി തിരിച്ച് പഠിപ്പിക്കുകയാണ്. 15 വാക്യത്തിലേക്ക് വരുമ്പോൾ ആ സസ്യത്തെ 4ആയി തിരിച്ച് പഠിപ്പിക്കുകയാണ്. 1 ആഹാരം, 2 വീഞ്ഞ്, 3 എണ്ണ, 4 അപ്പം. ഇങ്ങനെ 4 വൈവിധ്യമാർന്ന സസ്യ അനുഭവങ്ങളെ വീണ്ടും അതിൻ്റെ ക്ലാസിഫിക്കേഷനെ പറയുകയാണ്. മനുഷ്യന് ആഹാരം വേണം, മനുഷ്യന് വീഞ്ഞ് വേണം, മനുഷ്യന് എണ്ണ വേണം, മനുഷ്യന് അപ്പം വേണം. ഈ 4 കാര്യങ്ങളും 4 ഉദ്ദേശങ്ങൾ കൊണ്ടാണ് പറയുന്നത്. 1, മനുഷ്യന് ആഹാരം നൽകുന്നു, അവൻ്റെ അനുദിന ജീവിതത്തിന്, സർവൈവലിന്. 2, അവന് വീഞ്ഞ് നൽകുന്നു. 3, അവനെ മിനുക്കുവാൻ തക്കവണ്ണം എണ്ണ നൽകുന്നു. 4, അവനെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം അപ്പം നൽകുന്നു. അപ്പം ആഹാരമല്ല ബലപ്പെടുത്തുന്നത്, ആഹാരം സർവൈവലാണ്, ബലപ്പെടുത്തുന്നത് അപ്പമാണ്. ഞാനതിൻ്റെ ഡെപ്തിലേക്ക് കയറുന്നില്ല, മറ്റൊരിക്കൽ അത് പഠിപ്പിക്കുക. എന്നാൽ അതിൻ്റെ 2ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ വീഞ്ഞിനെ കുറിച്ച് പറയുകയാണ്. വീഞ്ഞ് നിൻ്റെ ആരോഗ്യത്തിനല്ല, വീഞ്ഞ് നിൻ്റെ സർവൈവലിനല്ല, വീഞ്ഞ് നിന്നെ മിനുക്കാനല്ല, നിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ തക്കവണ്ണം ഞാൻ വീഞ്ഞിനെ ദേശത്തു നിന്ന് പുറപ്പെടുവിക്കുക. ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞിനെ ദൈവം മുളപ്പിക്കുന്നു. പക്ഷേ ഒരു സീസണിലേക്ക്, ഒരു കാലഘട്ടത്തിലേക്ക് ഇസ്രായേലിലെ മുന്തിരിവള്ളികളിലൊന്നും എന്തുണ്ടായില്ല? മുന്തിരി ഫലമുണ്ടായില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ ഒരു സന്തോഷമുണ്ടായില്ല. പക്ഷേ കർത്താവ് ഇവിടെ ഹഗായി മുഖാന്തരം വിളിച്ചു പറയുകയാണ്, നിന്റെ മുന്തിരിവള്ളികൾ തളിർക്കുക. ഇന്ന് പകൽക്കാല നിന്റെ വിലാപത്തെ നൃത്തമാക്കുക, നിന്റെ രട്ടിനെ അഴിച്ച് ദൈവം നിന്നെ സന്തോഷം ഉടിപ്പിക്കുക. നിന്റെ ദുഃഖകാലം തീർന്നു പോകുക, നിന്റെ ദുഃഖം സന്തോഷമായി മാറുക. നിന്റെ മുന്തിരിവള്ളി തളിർക്കുമെന്ന്, മുന്തിരി ഫലം കായ്ക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ദൂത് ഞാൻ ഇങ്ങനെ ബ്രീഫ് ഇത് പറയുകയാണ്. നിന്റെ ദുഃഖം സന്തോഷമായി മാറുക. ഇന്ന് പകൽക്കാല ആ വെളിപ്പാട് ഉൾക്കൊണ്ട എത്ര പേർ അധരം തുറന്ന് പറയാ, എൻ്റെ മുന്തിരിവള്ളികൾ തളിർക്കാൻ പോവുകയാണ്, എൻ്റെ ദുഃഖം സന്തോഷമായി മാറുക. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു മുന്തിരി തളിർപ്പ് ഞാൻ കാണുക, എൻ്റെ കുടുംബ ജീവിതത്തിൽ ഒരു മുന്തിരി തളിർപ്പ് ഞാൻ കാണുക, എൻ്റെ ശുശ്രൂഷയിൽ ഒരു മുന്തിരി തളിർപ്പ് ഞാൻ കാണുക, എൻ്റെ തലമുറയിൽ ഒരു മുന്തിരി തളിർപ്പ് ഞാൻ കാണുക, എൻ്റെ പ്രൊഫഷനിൽ ഒരു മുന്തിരി തളിർപ്പ് ഞാൻ കാണുക, എൻ്റെ ആത്മീയതയിൽ ഒരു മുന്തിരി തളിർപ്പ് ഞാൻ കാണുക, എൻ്റെ ചർച്ചിനകത്ത് ഞാൻ ഒരു മുന്തിരി തളിർപ്പ് കാണുക. ഇന്ന് പകൽ അധരം തുറന്ന് പറ, എൻ്റെ മുന്തിരികൾ തളിർക്കാൻ പോവുകയാണ്, എൻ്റെ മുന്തിരിവള്ളികൾ തളിർക്കാൻ പോവുകയാണ്. ആമേൻ. അത് സന്തോഷമാണ്. എന്നാൽ ഞാൻ പുതിയ നിയമ കൺസെപ്റ്റിലേക്ക് കടന്നു വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുകയാണ്, മുന്തിരി തളിർക്കുക എന്ന് പറഞ്ഞാൽ ഒരുവൻ കർത്താവിനോട് ചേർന്ന് വസിക്കുന്നതിൻ്റെ അടയാളമാണ്. കർത്താവ് പറഞ്ഞു, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയുക? ആമേൻ. ഫലം കായ്പാൻ കഴിയുക. കർത്താവിൽ വസിക്കുന്നവന് ഫലം കായ്പാൻ കഴിയുക. ഇന്ന് പകൽക്കാല ദൈവത്തിൻ്റെ പൈതലെ, നീ കർത്താവിന് വേണ്ടി നിന്നോ, നീ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചോ, കർത്താവിൽ വസിച്ചോ. പക്ഷേ നീ ഇന്നും ഒരു ക്രൈസിസ് നേരിടുകയാണ്. കർത്താവിനെ അനുഗമിച്ചതിൻ്റെ, ഉപവാസം ഇരുന്നതിൻ്റെ, പ്രാർത്ഥിച്ചതിൻ്റെ, വേർപാട് അനുഷ്ഠിച്ചതിൻ്റെ ഒക്കെ ബെനഫിറ്റ് എവിടെ? അതിൻ്റെ റിസൾട്ട് എവിടെയെന്ന്. പക്ഷേ കർത്താവ് പറയുകയാണ്, നീ എന്നിൽ വസിച്ചവനല്ലേ, നിന്റെ മുന്തിരിവള്ളികൾ തളിർക്കാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാല ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നലകളിൽ ദൈവത്തെ സ്നേഹിച്ചതിൻ്റെയും സേവിച്ചതിൻ്റെയും നിന്റെ അപ്പന്മാർ ദൈവത്തിന് വേണ്ടി നിന്നതിൻ്റെ ഫലം കാണാതിരുന്ന ഒരു സീസൺ അത് കട്ട് ഓഫ് ആവുകയാണ്. പകരം നീ ദൈവത്തിൽ വസിച്ചവനാണെന്ന്, നീ കർത്താവിന് വേണ്ടി നിന്നവനാണെന്ന് സ്വർഗം വെളിപ്പെടുത്തുന്ന ഒരു സീസൺ ഓപ്പൺ ആവുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറയാമോ?
ലർസലം ഹർത്തനി മഹംജനാദിയ ലഗദഗനഗദഗദം ധനാധരാധനഗസ്യം പ്രവർത്താനി. രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ 2 ഷണ്ഡന്മാർ പരിശ്രമിച്ചു. പക്ഷേ മൊർദെഖായി എന്നൊരു മനുഷ്യൻ രാജാവിന് വിവരം നൽകി. രാജാവിൻ്റെ ജീവൻ സംരക്ഷിക്കപ്പെട്ടു. പക്ഷേ മൊർദെഖായിയുടെ വിശ്വസ്തതയ്ക്ക് പ്രതിഫലം കിട്ടിയില്ല. മുമ്പേ ആരാധനയിൽ അഭിഷക്തൻ ഓർപ്പിച്ചല്ലോ. പക്ഷേ ഒരു രാത്രി രാജാവിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട് മൊർദെഖായിക്ക് വേണ്ടി പഴയ ഡയറി കുറിപ്പുകൾ എടുത്തോ. അവിടെ രാത്രിയിൽ ഒരു ചോദ്യമുണ്ടായി, മൊർദെഖായിക്ക് ഇതിന് പകരം എന്തു കൊടുത്തിട്ടുണ്ട്? ഉത്തരം ഇതായിരുന്നു, മൊർദെഖായിക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ വിശ്വസ്തതയ്ക്കും പരമാർത്ഥതയ്ക്കും ഫലമില്ലാത്ത ഒരു സീസൺ കഴിഞ്ഞു പോയെങ്കിൽ, ഒരു ഈൽഡില്ലാത്ത സീസൺ കഴിഞ്ഞു പോയെങ്കിൽ, നിന്റെ മുന്തിരിവള്ളി തളിർക്കുവാൻ നീ കർത്താവിന് വേണ്ടി നിന്നതിൻ്റെ, നീ ഉപവസിച്ചതിൻ്റെ, നീ കർത്താവിനോട് പറ്റി നിന്നതിൻ്റെ ഒരു ഈൽഡ്, ഒരു ഹാർവസ്റ്റ് ഇന്ന് പകൽ ആ ഹാർവസ്റ്റിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയ, ആ സീസണെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയ അന്ധകാര ശക്തികളുടെ മേൽ സഭ ജയമെടുക്കുകയാണ്. സഭ ജയമെടുക്കുകയാണ്. കരമടിച്ച് അന്യഭാഷകളിൽ സഭ കയറി വരട്ടെ. ആത്മാവും സഭയും അലൈനാകട്ടെ. Church and let the church and the spirit be aligned. Lartonia Katenia Rahasate. Jesus. അവൻ മുന്തിരിവള്ളി തളിർക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തോട് ചേർന്നിരുന്നതിൻ്റെ റിസൾട്ടാണ്. നീ കർത്താവിനോട് ചേർന്നിരുന്നതിന് ഒരു ഹാർവസ്റ്റ് ഉണ്ട്, ഒരു ഈൽഡ് ഉണ്ട്. നിന്റെ മുന്തിരിവള്ളി തളിർക്കുക. ഇന്ന് പകൽ പറഞ്ഞേ, ഞാൻ വിശ്വസിച്ചതിനൊരു പ്രതിഫലമുണ്ട്. എൻ്റെ വിശ്വസ്തതയ്ക്കൊരു പ്രതിഫലമുണ്ട്. എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു പ്രതിഫലമുണ്ട്. എൻ്റെ വേർപാടിനൊരു പ്രതിഫലമുണ്ട്. എൻ്റെ വിശുദ്ധിക്കൊരു പ്രതിഫലമുണ്ട്. I have a harvest. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. ഹോളി സ്പിരിറ്റ്. കേട്ടോ, മുന്തിരി ഒന്ന് സന്തോഷമാണ്. മുന്തിരി 2 അത് ദൈവത്തോട് ചേർന്നിരുന്നതിൻ്റെ അനുഗ്രഹമാണ്. മുന്തിരിയുടെ 3ാമത്തെ അനുഭവത്തിലേക്ക് ഞാൻ വരുമ്പോൾ, മുന്തിരിയുടെ 3ാമത്തെ അനുഭവം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യം. അവിടെ ഏത് മുന്തിരിയാണ് ഫലം കഴിക്കുന്നതെന്ന് അറിയാമോ? അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഫലം കഴിക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ഇന്നലെ നിന്നെ ഒത്തിരി ചെത്തി. പക്ഷെ നിന്റെ മനസ്സിനകത്ത് നിന്റെ കുഞ്ഞുങ്ങൾ നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മുടെ വീട്ടിൽ ഈ ചെത്ത് മാത്രമേ ഉള്ളൂ എന്ന്. നമ്മുടെ വീട്ടിൽ എന്താ ഈ ചെത്ത് മാത്രം നടക്കുന്നേ? നമ്മുടെ വീട്ടിൽ ഈ പ്രൂണിങ് മാത്രമേ ഉള്ളല്ലോ. നമ്മുടെ വീട്ടിൽ എന്താ ഫ്രൂട്ട് ബിയറിങ് ഇല്ലാത്തതെന്ന്? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ കുഞ്ഞുങ്ങൾ നിന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ആൻസറിങ് സീസൺ ഇന്ന് പകൽക്കാലം. ഞാൻ ആരംഭത്തിലെ ഓർപ്പിച്ചല്ലോ, ഇതൊത്തിരി തിയോളജിക്കൽ ഡെപ്തിലോടുന്ന മെസ്സേജ് അല്ല. പകരമായി പരിശുദ്ധാത്മാവ് ചിലരോട് പ്രൊഫറ്റിക്കലി ഇടപെടുന്ന പകലാണിത്. എൻ്റെ മക്കൾ നിന്നോട് ചോദിച്ചോ, നമ്മുടെ വീട്ടിൽ പ്രൂണിങ് മാത്രമേ ഉള്ളൂ? ജനിച്ച നാൾ തുടങ്ങി ഞാൻ പ്രൂണിങ് ആണല്ലോ കാണുന്നേ. എന്നും അമ്മയ്ക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, മക്കളെ ഇത് പ്രൂണിങ് ആണെന്ന്. അപ്പൻ താൻ സ്നേഹിക്കുന്ന മകനെ ശിക്ഷിക്കുന്നു, കൈക്കൊള്ളുന്ന ഏവനെ തല്ലുന്നെന്ന്. ഈ തല്ല് മാത്രമേ ഉള്ളൂ നമ്മുടെ അപ്പൻ്റെ കയ്യിൽ, ശിക്ഷ മാത്രമേ ഉള്ളൂ നമ്മുടെ അപ്പൻ്റെ കയ്യിൽ. അവൻ ഒരിക്കലും അല്ലാതെ നമ്മളെ ഒന്ന് സ്നേഹിക്കത്തില്ലേ? ഇന്ന് പകൽക്കാലം നിന്റെ മുന്തിരി വള്ളികൾ തളിർക്കുവാൻ പോവുകയാണ്. ഇന്നലകളിൽ ദൈവം നിന്നെ ശിക്ഷിച്ചതിൻ്റെ, ഇന്നലകളിൽ ദൈവം നിന്നെ ശാസിച്ചതിൻ്റെ, ഇന്നലകളിൽ ദൈവം നിന്നെ താഴ്ത്തിയതിൻ്റെ, അവൻ നിന്നെ വിശ്വസ്തയോടെ താഴ്ത്തി. അവൻ നിന്നെ താഴ്ത്തിയതിലും ഒരു വിശ്വസ്തതയുണ്ടായിരുന്നെന്ന്. അവൻ മനസ്സോടെ അല്ലായിരുന്നു മനുഷ്യപുത്രനെ ദുഃഖിപ്പിച്ചതെന്ന്. അതിൻ്റെ അപ്പുറം ദൈവത്തിനൊരു താല്പര്യമുണ്ടായിരുന്നെന്ന്. ഏത് ശിക്ഷയും തൽക്കാലം ദുഃഖമത്രേ, എന്നാൽ പിന്നത്തേതിൽ ഏത് ശിക്ഷയോ തൽക്കാലം ദുഃഖമത്രേ, പക്ഷേ പിന്നത്തേതിൽ ഇന്ന് പകൽക്കാലം the other season is opening, the season of result. Yes, Belakataria. ഇന്ന് പകൽക്കാലം ഇന്റെ പ്രൂണിംഗ് സീസൺ അപ്പുറം, ഇന്റെ പ്രൂണിംഗ് സീസൺ അപ്പുറം ഒരു ഫ്ലവറിംഗ് സീസൺ, ഒരു ഫ്രൂട്ട് ഈൽഡിംഗ് സീസൺ നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ ഇന്ന് പകൽ ദൈവിക അധികാരം അത് ഓപ്പൺ ആക്കുകയാണ്. ഇതാ പരിശുദ്ധാത്മാവ് നിന്റെ സീസണെ ചേഞ്ച് ആകുന്നു. The pruning season is over. The pruning season is over and the season of harvest is at your hand.
ഒരു അഭിഷേകം നിന്നെ തൊടുന്നുണ്ടെങ്കിൽ ഇത് നിന്നോടുള്ള ദൂതാണ്. നിന്റെ ഹൃദയം കത്തുന്നുണ്ടെങ്കിൽ ഇത് നിന്നോടുള്ള ദൂതാണ്. യേശുവിന്റെ നാമത്തിൽ ജയ, യേശുവിന്റെ നാമത്തിൽ ജയ. മുന്തിരി വള്ളി തളിർക്കും, മുന്തിരി ഫലം കായ്ക്കും. ആമേൻ. ഞാനതിൻ്റെ 3 ഭാഗങ്ങൾ പറഞ്ഞു. സമയച്ചുരുക്കം കൊണ്ട് വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. രണ്ടാമത്തെ ഫലം എന്ന് പറയുന്നത് അത്തിയാണ്. അത്തി 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 സ്തോത്രം. അത്തിയെക്കുറിച്ച് ഞാൻ 4 കാര്യങ്ങൾ പറയാം. 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എനിക്ക് 4ാമത്തെ പോയിൻ്റാണ് അത്തിയിൽ ഇന്ന് പകൽ ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രചോദിപ്പിക്കുന്നത്. അത്തിയുടെ ചരിത്രം നാം പഠിച്ചാൽ ആവർത്തന പുസ്തകം 8ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആവർത്തന പുസ്തകം 8ാം അധ്യായം 8ാം വാക്യത്തിൽ കനാൻ ദേശത്ത് അനുഗ്രഹമായി നൽകുന്ന 7 സ്പീഷീസ്, 7 ഫലങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുക. ആമേൻ. അവിടെ പറയുന്ന 8ാം അധ്യായം 8ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, കോതമ്പ്, യവം, മുന്തിരിവള്ളി, അത്തിവൃക്ഷം, മാതളനാരകം, ഒലിവ് വൃക്ഷം, തേന്. ഇങ്ങനെ 7 മേജർ സ്പെഷീസാണ് ഈ കനാൻ ദേശത്തിൻ്റെ അനുഗ്രഹമായി നമുക്ക് കാണാൻ കഴിയുന്നത്. 9ാം വാക്യത്തിൻ്റെ ആരംഭം കൂടെ വരുമ്പോൾ അവിടെ ഒലിവ് വൃക്ഷവും തേനും എന്ന് പറഞ്ഞ ഇങ്ങനെ 7 സ്പെഷീസിനെ നമുക്ക് കാണുവാൻ കഴിയുക. ആകയാൽ ഈ 7 അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അത്തിവൃക്ഷം. ആകയാൽ അതൊരു പ്രൊമിനൻ്റ് പ്രോമിസാണ് ഈ അത്തിവൃക്ഷം എന്ന് കാണുവാൻ കഴിയുക. ആകയാൽ അത് വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടുമെന്നാണ് അത്തി ഫലം കായ്ക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. 2, അത്തിയുടെ ഫലത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 13ാം അധ്യായം 28ാം വാക്യത്തിൽ പറയുകയാണ്, അത്തിയെ നോക്കിയൊരു ഉപമ പഠിപ്പീൻ എന്ന് പറയുകയാണ്. അതവൻ്റെ നാഷണൽ പ്രൈഡിനെ കാണിക്കുകയാണ്, അവൻ്റെ നാഷണാലിറ്റിയുടെ പ്രൈഡിനെ കാണിക്കുകയാണ്. അവൻ അത്തി തളിർക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ റിസ്റ്റോറേഷനാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ പ്രോമിസിലേക്ക് അവൻ മടങ്ങി വരിക. അവൻ്റെ നാഷണാലിറ്റിയുടെ ഒരു അടയാളമാണ്, അവൻ്റെ നാഷൻ പ്രൈഡാണ് ഈ അത്തി എന്ന് പറയുന്നത്. അപ്പോൾ 1, അതൊരു വാഗ്ദത്തമാണ്. 2, അതവൻ്റെ റിസ്റ്റോറേഷനും നാഷണാലിറ്റിയുമാണ്. 3ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ മീകായുടെ പുസ്തകം 4ാം അധ്യായം 4ാം വാക്യം, അത് രാജാക്കന്മാരുടെ പുസ്തകത്തിലുമുണ്ട്, ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. മീകായുടെ പുസ്തകം 4ാം അധ്യായം 4ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഓരോരുത്തൻ തൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലോ അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും പാർക്കുമെന്ന്. മുന്തിരിത്തോട്ടങ്ങൾക്കകത്താണ് കൂടുതലായി അവർ അത്തിവൃക്ഷം നടാറുള്ളത്. എന്നാൽ ഈ അത്തിവൃക്ഷം എന്ന് പറയുന്നത് സമാധാനത്തെ കാണിക്കുകയാണ്. അത്തിവൃക്ഷം എന്ന് പറയുന്നത് സമാധാനത്തെ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് നഥനയേലിൻ്റെ അടുക്കൽ പറഞ്ഞത്, നീ എന്നെ കാണുന്നതിന് മുൻപേ അത്തിയുടെ കീഴിൽ ഇരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. അത്തിയുടെ തണലിനകത്തിരിക്കുക. വേനലെടുക്കുമ്പോൾ ആദ്യം അവിടെ കിളിർക്കുന്നത് അത്തിയാണ്. സ്തോത്രം. ഞാൻ അവിടെ നിന്ന് മുമ്പോട്ട് പോകട്ടെ. ആമേൻ. അങ്ങനെ 3 കാര്യങ്ങൾ അത്തിയെക്കുറിച്ച് പറയാൻ കഴിയും. അതൊരു പ്രൊമിനൻ്റ് പ്രോമിസാണ്, അതൊരു റിസ്റ്റോറേഷനാണ്, അത് നാഷണാലിറ്റി, അത് നാഷൻ പ്രൈഡാണ്. 3, അതൊരു പീസിൻ്റെ, ഒരു സമാധാനത്തിൻ്റെ അടയാളമാണ്. എന്നാൽ ഈ അത്തി ഫലം കായ്ക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് യെശയ്യാ പ്രവചനം 38ാം അധ്യായത്തിലേക്കാണ്. അഭിഷക്തൻ ഇന്ന് ആരംഭത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിൽ ആരാധന തുടങ്ങി പരിശുദ്ധാത്മാവ് ഇങ്ങനെ മുത്തുകൾ കോർക്കുന്നത് പോലെ കോർക്കുന്നതിനെ കാണുവാൻ കഴിയുക. സ്തോത്ര. അഭിഷക്തൻ ഇങ്ങനെ ഓർപ്പിച്ചിരുന്നു, യെശയ്യാ പ്രവാചകൻ കിടക്കകത്തൊന്ന് തിരിഞ്ഞപ്പോഴത്തേക്ക് സൂര്യനും ഘടികാരവും പ്രവാചകനും പ്രവചനവും തിരിഞ്ഞുവെന്ന്. ഹിസ്കിയാവ് ഒന്ന് തിരിഞ്ഞപ്പോൾ ദൈവം 4 കാര്യങ്ങളെ തിരിച്ചു. നീ ഒന്ന് തിരിഞ്ഞാൽ ദൈവം 4 തിരിക്കുമെന്ന്. സ്തോത്ര. ആമേൻ. ഈ 4 തിരിവുകൾക്കപ്പുറം ഹിസ്കിയാവിന് സൗഖ്യം വരണം. ഹിസ്കിയാവിന് സൗഖ്യം വരുവാൻ എന്തുവാണ് ചെയ്തതെന്നറിയാമോ? യെശയ്യാ പ്രവചനം 38ാം അധ്യായം അതിൻ്റെ 21ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഒരു അത്തിപ്പഴക്കട്ട അവന് സൗഖ്യം വരേണ്ടതിന് അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് അവൻ്റെ പരുവിന്മേൽ പുരട്ടുവാൻ യെശയ്യാവ് പറഞ്ഞിരുന്നു. സ്തോത്ര. അപ്പോൾ അത്തി എന്ന് പറഞ്ഞാൽ അതൊരു ഹീലിംഗ് ആണ്. അത്തി എന്ന് പറഞ്ഞാൽ അതൊരു ആരോഗ്യമാണ്. ഇന്ന് പകൽക്കാലം നിന്റെ മുന്തിരി മാത്രമല്ല ഫലം കഴിപ്പാൻ പോകുന്നത്, നിന്റെ അത്തി ഫലം കഴിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ഈ ആരാധനയ്ക്കകത്ത് by the power of kingdom of God, by the authority of blood of Jesus, I am releasing the healings in Jesus name. ഇന്ന് പകൽക്കാല യേശുവിന്റെ രക്തത്തിൽ I am operating over all the neurological troubles, all the neurological disorders. I break it in Jesus name. All the spirit of epilepsy, all the spirit of neurological disorders, I cancel it in Jesus name. Larthania, all the spirit behind dislocations, all the spirit behind ligament here, യേശുവിന്റെ നാമത്തിൽ ചില ഡിസ്ലൊക്കേഷനുകൾ
ടിയറുകളുടെ പിമ്പിൽ വ്യാപരിക്കുന്ന, ചില ലിഗ്മെന്റ് ടിയറുകളുടെ പിമ്പിൽ വ്യാപരിക്കുന്ന അന്ധകാര ദുരാത്മ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ അത്തി ഫലം കഴിക്കാൻ പോവുകയാണ്. നിന്റെ അത്തി ഫലം കഴിക്കാൻ പോവുകയാണ്. ഹീലിംഗ് ഇൻ ജീസസ് നെയിം, ഹീലിംഗ് ഇൻ ജീസസ് നെയിം. ഇന്ന് പകൽ ഈ ആരാധനയിൽ ഇരിക്കുന്നവരാരെങ്കിലും ഒരു രോഗവുമായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, right now I am operating my authority, oh Holy Spirit, in healing. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാം, സൗഖ്യമാകാം. ഞാൻ ദൈവിക അധികാരത്തിൽ കൽപ്പിക്കുന്നു. ഞാൻ എന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയിൽ നിന്നോട് കൽപ്പിക്കുന്നു, നീ സൗഖ്യമാകാം. I command you to be healed in Jesus name. I rebuke every manner of disease and I rebuke every spirit of disease in Jesus name by the power of blood of Christ. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ സൗഖ്യമാകാം, സൗഖ്യമാകാം. യെസ്, നിന്റെ അത്തി ഫലം കായ്ക്കുകയാണ്. യെസ്, നിന്റെ അത്തി ഫലം കായ്ക്കുകയാണ്. നിന്റെ അത്തി ഫലം കായ്ക്കുകയാണ്. Right now, holy, 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 holy. The touch of healing, the touch of healing, the touch of healing. Yes, yes, Holy Spirit. യേശുവേ, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. യേശുവിന്റെ രക്തത്തിൽ മറഞ്ഞു കിടക്കുന്ന സകല രോഗശക്തികളോ, നാളെയിൽ മരണം വിതയ്ക്കുവാൻ തക്കമുണ്ടോ മറഞ്ഞു കിടക്കുന്ന രോഗശക്തികൾ, ചില ഹോസ്പിറ്റലുകളുമായുള്ള നിത്യ വിസിറ്റേഷനുകൾ, മാറി മാറി ആള് മാറി ഒരേ ഹോസ്പിറ്റലിൽ, ഒരേ കാഷ്വാലിറ്റിയിൽ, ഒരേ സംഗതിയിൽ കയറി ചെല്ലുവാൻ തക്കമുണ്ടോ വ്യാപരിച്ചു നിൽക്കുന്ന ചില കുടുംബങ്ങൾക്ക് നേരെ വ്യാപരിച്ചു നിൽക്കുന്ന എല്ലാ രോഗാത്മാക്കളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ഓരോ കുടുംബത്തിന്റെ മേൽ അത്തിവൃക്ഷങ്ങൾ ഫലം കായ്ക്കട്ടെ. I command healing in Jesus name. Receive the healing. Yes, an anointing of healing, an anointing of healing, a power of healing is happening, is happening, is happening. The mighty healings, the divine healing, Rosatelia Pravartenia, Lartoni Hatana Hasadi. ഇതാ പരിശുദ്ധാത്മാവ്. യെസ്, ഇതാ ഇതിനകത്തൊരാൾ ഒരു ദർശനം കാണുന്നു. ഇതിനകത്തൊരാൾ ഒരു ദർശനം കാണുന്നു. എണ്ണയുടെ തുള്ളിയാണോ രക്തത്തിന്റെ തുള്ളിയാണോ എന്നറിയാത്ത a drop. You are seeing a drop. Yes, your vision realm is open and I can see it. A drop, a drop. You are confused whether it is blood or oil. But right now, ദർശനമണ്ഡലം തുറന്നു വരുന്നു. നീ ഒരു തുള്ളിയെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ തുള്ളി എണ്ണയാണോ, ആ തുള്ളി രക്തമാണോ എന്ന് നീ കൺഫ്യൂസ്ഡ് ആണ്. അതിങ്ങനെ വീഴാൻ നിൽക്കുന്നത് പോലെ തോന്നുന്നു, പക്ഷെ അത് വീഴുന്നില്ല. പക്ഷെ അത് വീഴാതിരിക്കെ തന്നെ നിന്റെ നെറുകയിൽ നീ ഒരു തണുപ്പ് അനുഭവിക്കുന്നുണ്ട്. ഹോലി സ്പിരിറ്റ്, ഹോലി സ്പിരിറ്റ്. Healing in Jesus name, healing in Jesus name, healing in Jesus name. ഒരു സർജറി നിന്റെ മേൽ സംഭവിക്കത്തില്ലെന്നേ. ഒരു ലോങ് ലാസ്റ്റിംഗ് മെഡിക്കേഷനും നീ വിധേയപ്പെടത്തില്ലെന്നേ. ഒരു വൈദ്യശാസ്ത്രവും നിനക്കൊരു റിജക്ഷൻ റിപ്പോർട്ട് ഇടത്തില്ലെന്നേ. I declare healing in Jesus. എൻ്റെ മുന്തിരി ഫലം കായ്ക്കും. വായി തുറന്ന് പറഞ്ഞേ, എൻ്റെ മുന്തിരി ഫലം കായ്ക്കും. ഞാൻ സന്തോഷിക്കും. ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്ന് എൻ്റെ റിസൾട്ട് കാണും. എൻ്റെ അത്തിവൃക്ഷം ഫലം കായ്ക്കും. എനിക്കൊരു സൗഖ്യമുണ്ടാക്കും. 3, എൻ്റെ മാതളം ഫലം കായ്ക്കും. ജൂയിഷ് ട്രഡീഷനിലേക്ക്, യഹൂദിയ പാരമ്പര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മാതളം സൗന്ദര്യത്തിൻ്റെ അടയാളമാണ്. ഞാൻ 2 ഭാഗങ്ങളെ കാണിക്കാം. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പുരോഹിതനെ അലങ്കരിക്കുകയാണ്.
പുറപ്പാട് പുസ്തകം 28 അധ്യായം 33 വാക്യത്തിലേക്ക് വരുമ്പോൾ, നീലനൂല്, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ എന്നിവ കൊണ്ട് ചുറ്റും അതിൻ്റെ വിളുമ്പിൽ, അടുത്ത ഭാഗം, മാതളപ്പഴങ്ങളും അവയുടെ ഇടയിൽ ചുറ്റും പൊന്നുകൊണ്ടുള്ള മണികളും ഉണ്ടാക്കണം. അടുത്ത വാക്യം 34, അങ്കിയുടെ വിളുമ്പിൽ ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം. ഇതിനെ നമ്മൾ സ്പിരിച്വലി പഠിക്കുമ്പോൾ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് സ്പിരിറ്റ്, ഇങ്ങനെ രണ്ട് ഭാഗത്തിലാണ് നമുക്ക് പഠിപ്പാൻ കഴിയുന്നത്. ഫ്രൂട്ട് ആൻഡ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് സ്പിരിറ്റ്, അല്ലെങ്കിൽ ഫ്രൂട്ട് ആൻഡ് ഗിഫ്റ്റ് ഓഫ് സ്പിരിറ്റ്. ഞാനതിലേക്ക് വരുന്നില്ല. പക്ഷേ ഒരു പുരോഹിതൻ്റെ അലങ്കാരം എന്താണെന്നറിയാമോ? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഇങ്ങനെ മാതള ഇങ്ങനെ കിടക്കും. മണിയുടെ ശബ്ദം കേട്ട് കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെ എത്തി നോക്കും. അപ്പോൾ എന്തോ കാണാൻ പറ്റുന്നറിയാം? ഒരു മാതളം കാണാൻ കഴിയും. ഇതൊരു പൗരോഹിത്യ അലങ്കാരമാണ്. എന്നാൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ശലോമോൻ്റെ കൊട്ടാരത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ശലോമോൻ സ്തംഭങ്ങളെ ഉണ്ടാക്കുന്നു. യാഖീൻ എന്നും ബോസസ് എന്നും പറയുന്ന 2 സ്തംഭങ്ങൾക്കപ്പുറത്തേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ, അതിൻ്റെ 18-ാം 1 രാജാക്കന്മാർ 7-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, 1 രാജാക്കന്മാർ 7-ാം അധ്യായം 18-ാം വാക്യം, അങ്ങനെ അവൻ സ്തംഭങ്ങളെ ഉണ്ടാക്കി അവയുടെ തലയ്ക്കലുള്ള പോതിക മൂടത്തക്കവണ്ണം ഓരോ പോതികയുടെ വലപ്പണിക്ക് മീതെ 2 വരി മാതളപ്പഴം ഉണ്ടാക്കി. അവൻ വലിയ 2 തൂണുകളെ നിർത്തിയിട്ട് ആ തൂണുകൾക്കകത്ത് എന്തോ കൊത്തിവെച്ചെന്ന് പറയുന്നത് മാതളപ്പഴം. അപ്പം ഒരു പ്രീസ്റ്റ്ലി ഒരു പ്രീസ്റ്റ്ലി ഓർണമെൻറ്റേഷൻ ആയിരുന്നു എന്ത്? മാതളപ്പഴം. അതുപോലെ ഒരു റോയൽ ഓർണമെൻറ്റേഷൻ, രാജകൊട്ടാരത്തിലെ ഓർണമെൻറ്റേഷനിലേക്ക് വരുമ്പോഴും അവിടെ എന്താണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? മാതളപ്പഴം. അങ്ങനെയെങ്കിൽ മാതളം എന്താകുന്നോ? ഒരു സൗന്ദര്യമാണ്, ഒരു അലങ്കാരമാണ്. ആമേൻ. ഇനി ഈ മാതളത്തിൻ്റെ ചരിത്രത്തിലേക്ക്, മാതളത്തിന്മേൽ ഏറ്റവും അവകാശമുള്ളത് ആർക്കാണെന്നറിയാമോ? യഹൂദനാണ് അവകാശം. പാരമ്പര്യമായി നാം പറഞ്ഞു വന്നാൽ ഒരു മാതളത്തിനകത്ത് എത്ര കുരുവുണ്ടെന്ന് നമ്മളാരെങ്കിലും എണ്ണിയിട്ടുണ്ടോ? പക്ഷേ യഹൂദൻ എണ്ണിയിട്ടുണ്ട്. യഹൂദൻ എണ്ണിയപ്പോൾ ഒരു മാതളത്തിനകത്ത് സാധാരണമായി 613 മാതളത്തിനകത്ത് 613 കുരുക്കൾ അല്ലെങ്കിൽ ആ ദളങ്ങൾ അതിനകത്ത് അത് കാണുക. ആമേൻ. 613. ഇനിയും ദൈവം അവന് നൽകിയ തോറയിലെ മിറ്റ്സോട്ട്, അല്ലെങ്കിൽ ദൈവം അവന് നൽകിയ ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ എത്രയുണ്ടെന്നറിയാമോ? 613 ഉണ്ട്. ആകയാൽ മാതളം എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അനുസരണത്തെ കാണിക്കുമെന്നാണ് പറയുന്നത്. മാതളം അനുസരണത്തെ. ഇനിയും അടുത്തതായിട്ട് ഈ മാതളത്തിൽ 611 അരികളുണ്ട്. ആ അരികൾ ഇങ്ങനെ ജെല്ല് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് മുഴുവനും എങ്ങനെയാണ് ഇരിക്കുന്നതെന്നറിയാമോ? കറക്റ്റായിട്ട് അറയായിട്ട് വെച്ചിരിക്കുകയാണ്. നോഹയുടെ പെട്ടകത്തിൽ സകല ജീവജന്തുക്കളും മൃഗങ്ങളും മനുഷ്യനും ഒരുമിച്ച് താമസിച്ചു. പക്ഷേ അവയെല്ലാം എങ്ങനെയായിരുന്നോ? അറകളിലായിരുന്നോ. എന്ന് പറഞ്ഞാൽ ഒബീഡിയൻസ് ആൻഡ് ഡിസിപ്ലിൻ. ആമേൻ. ഡിസിപ്ലിൻ കാണണമെങ്കിൽ ഒരു അല്ലി പോലും അവിടെ എന്ത് ചെയ്യത്തില്ല? ചിതറിക്കിടക്കത്തില്ല. ആമേൻ. ഒബീഡിയൻസ് ആൻഡ് ഡിസിപ്ലിൻ. ഇനിയും ഈ ഒബീഡിയൻസ് ആൻഡ് ഡിസിപ്ലിനും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, ആമേൻ, ഈ മാതളനാരകത്തിലെ അല്ലികളെല്ലാം എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഇങ്ങനെ ഒന്നിച്ച് അവരിങ്ങനെ ഒന്നിനോടൊന്ന് ഒട്ടി നിൽക്കുകയാണ്. എവിടെയാണ് ഐക്യത ഉള്ളതെന്നറിയാമോ? അനുസരണവും ഡിസിപ്ലിനും ഉള്ളിടത്താണ് ഐക്യതയുണ്ടാകുന്നത്. അനുസരിക്കാൻ വയ്യാത്തവന് ഐക്യതപ്പെടാൻ കഴിയത്തില്ല. ഡിസിപ്ലിനകത്ത് ഒതുങ്ങാൻ കഴിയാത്തവന് ഐക്യതപ്പെടാൻ കഴിയത്തില്ല. അപ്പോൾ ഒബീഡിയൻസ്, ഡിസിപ്ലിൻ, യൂണിറ്റി, ഇത് മൂന്നും കൂടെ മാതളത്തിനകത്തേക്ക് വന്നോ. ഒബീഡിയൻസും ഡിസിപ്ലിനും യൂണിറ്റിയും കൂടെ മാതളത്തിനകത്തേക്ക് വന്നപ്പോൾ ദൈവം മാതളത്തെ എന്തായി ഉപയോഗിച്ചെന്നറിയാമോ? സൗന്ദര്യമായിട്ട് ഉപയോഗിച്ചോ. ഇന്ന് പകൽ ഞാൻ പറയാം, ഒരു സഭയുടെ സൗന്ദര്യം, ഒരു കുടുംബത്തിൻ്റെ സൗന്ദര്യം, മക്കളെ, നിങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അനുസരണവും ഡിസിപ്ലിനും, സ്തോത്രം, യൂണിറ്റിയോ. ഈ 3 കാര്യങ്ങൾ ഒരു കുടുംബത്തിൽ അപ്പനെ അമ്മയെ അനുസരിക്കുന്ന മക്കൾ തമ്മിൽ അവൻ കുടുംബത്തിൽ ഡിസിപ്ലിനായി ജീവിക്കുന്ന ഒരു കുടുംബം, ഐക്യത സൂക്ഷിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അതുണ്ടെങ്കിൽ അത് ഒരു മാതളം പോലെ സൗന്ദര്യമുള്ളതായിരിക്കുക. സ്തോത്രം. അപ്പോൾ പറയുകയാണ്, ഞാൻ നിൻ്റെ മാതളത്തെ ഫലം കായ്പിക്കാം. ഈ മാതളത്തെ ഫലം കായ്പിക്കുമെന്ന് പറഞ്ഞാൽ, സ്തോത്രം, അത് യൂണിറ്റിയെയും ഡിസിപ്ലിനെയും ഒബീഡിയൻസിലേക്കും അല്ല ഞാൻ കടന്നു വരുന്നത്. അതിനപ്പുറം ഞാൻ പറയുകയാണ്,
ദൈവം നിൻ്റെ സൗന്ദര്യത്തെ റിസ്റ്റോർ ചെയ്യുക. ദൈവം നിൻ്റെ അലങ്കാരത്തെ റിസ്റ്റോർ ചെയ്യുക. ദൈവം യെരൂശലേമിൻ്റെ ദൈവാലയത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ആലയത്തിൻ്റെ പിമ്പിലത്തെ മഹത്വം, ദ ലേറ്റർ ഗ്ലോറി ഷാൽ ബി ഗ്രേറ്റർ ദാൻ ദ ഫോമർ ഗ്ലോറി. ഇന്ന് പകൽക്കാലം നിൻ്റെ സൗന്ദര്യത്തെ അവൻ വർദ്ധിപ്പിച്ചെടുക്കുന്ന ദൈവമാണ്. എവിടെയോ നിൻ്റെ കുടുംബത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടോ, എവിടെയോ നിൻ്റെ ശുശ്രൂഷയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടോ, എവിടെയോ നിൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടോ, എവിടെയോ നിൻ്റെ ജീവിതം ഒരു കുത്തി വരച്ചതുപോലെ ആയിപ്പോയി എന്ന് ഇന്ന് പകൽക്കാലം നീ വിഷമിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാല കർത്താവ് നിന്നെ ഒന്ന് റീഓർഡർ ചെയ്യാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടു പോയ നിൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യം. ഞാൻ കേവലം മാഞ്ഞു പോകുന്ന ത്വക്കിൻ്റെ നിറമോ കൊഴിഞ്ഞു പോകുന്ന മുടിയുടെ എണ്ണമോ അല്ല പറയുന്നത്, ജീവിതത്തിൻ്റെ സൗന്ദര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് പകൽക്കാല ചില ജീവിതങ്ങൾ അവൻ്റെ സൗന്ദര്യത്തിലേക്ക് മടങ്ങി വരികയാണ്. നിൻ്റെ ജീവിതത്തെ ഒരു സൗന്ദര്യത്തിലേക്ക്, നിൻ്റെ വീട് ഒത്തിരി ഫാഷനിൽ പണിതതാ, പക്ഷേ ഇന്ന് അതിനൊരു സൗന്ദര്യമില്ല. നിൻ്റെ കയ്യിലിരിക്കുന്ന ഗാഡ്ജറ്റുകളൊക്കെ വില കൂടിയതാ, പക്ഷേ അതിനൊരു സൗന്ദര്യമില്ല. പക്ഷേ വിലയല്ല, വിലപിടിപ്പല്ല, അതിനപ്പുറം ഒരു സൗന്ദര്യം നിൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗം നൽകുകയാണ്. സൗന്ദര്യം നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നൽകുകയാണ്. കരഞ്ഞു വീങ്ങിയ കണ്ടടങ്ങളല്ല, നീറിപ്പുകഞ്ഞ ഹൃദയമല്ല, ഇതാ ഒരു സൗന്ദര്യത്തെ, ഒരു മാതളത്തെ ദൈവം നൽകുകയാണ്. ഓ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചില കുടുംബങ്ങളെ ഒരു മനോഹാരിതയിലേക്ക്, ഓ പരിശുദ്ധാത്മാവ് ഇത് നിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. മുമ്പേ അഭിഷക്തൻ ഓർപ്പിച്ചല്ലോ, ഈ ആരാധന നിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. യു ആർ ടേണിംഗ് ടു യുവർ ബ്യൂട്ടി. ദിസ് ഈസ് യുവർ ഡേ ഓഫ് ടേണിംഗ് ആൻഡ് യു ഷാൽ ടേൺ ടു യുവർ ബ്യൂട്ടി. ഇന്ന് പകൽ നീ ഒരു മനോഹാരിതയിലേക്ക്, ഓ സുന്ദരമായ ഒരു ജീവിതത്തിലേക്ക്, യു ആർ ഗോയിങ് ടു ടേൺ ടു ദ ബ്യൂട്ടി ഓഫ് യുവർ ലൈഫ്. നീ ഇന്ന് നിൻ്റെ ജീവിതത്തിൻ്റെ മനോഹാരിതയിലേക്ക് തിരിയുകയാണ്. How many of you can believe? നിൻ്റെ മാതളം ഫലം കഴിക്കാൻ പോവാ. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. നിൻ്റെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങളെ നോക്കിയിട്ട് നീ പറയും, ഓ ഷിറ്റ്, അങ്ങനല്ല നീ ഇനി പറയാൻ പോകുന്നത്. ഓ ബ്യൂട്ടിഫുൾ, ഓ മാർവലസ്, ഓ മാർവലസ്, oh wonderful, oh marvelous, it's my Savior's life for me. Oh wonderful, oh marvelous, it's my Savior's love for me. Oh അത്ഭുതം, ഓ ആശ്ചര്യം, ഓ അത്ഭുതം, ഓ ആശ്ചര്യം, ഇറ്റ്സ് മൈ സേവിയർസ് ലവ് ഫോർ മീ. നീ നിന്റെ ജീവിതത്തെ നോക്കിയിട്ട് പറയും, ആശ്ചര്യമായിരിക്കും. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. നീ നിന്റെ ജീവിതത്തെ നോക്കി ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, ഗതികെട്ടത്, നാശം പിടിച്ചത്, തീർന്നെങ്കിൽ. നോ, ഇറ്റ്സ് യുവർ ഡേ ഓഫ് ടേണിംഗ്. ഫ്രം ഹിയർ there is a turning. Oh wonderful. ജീവിതത്തെ നോക്കിയിട്ട് പറയൂ, ഓ മാർവലസ്, ഓ വണ്ടർഫുൾ, ഓ നാലാമതൊരു ഫലം കൂടെ കായ്പിക്കാനുണ്ട് ദൈവത്തിന്. ഒലിവ മരം ഫലം കായ്ക്കും. എൻ്റെ സഹോദരങ്ങളെ, നിനക്ക് വേറൊരു ജീവിതം ഉണ്ടായിരുന്നു. അത്തിവൃക്ഷവും ഒലിവ് മരവും മുന്തിരിവള്ളിയും മാതളവും ഫലം കായ്ച്ചില്ല. ഗോശാലകളിൽ കന്നുകാലികളില്ലാതെ പോയി. എന്നിട്ടും നീ ഇവിടെ വന്നിരുന്നു പ്രാർത്ഥിച്ചു, എന്നിട്ടും നീ ഉപവസിച്ചു. എല്ലാവരും വിടുതൽ കൊണ്ട് പോകുന്ന കണ്ടിട്ട് നീ ഇവിടെ വന്നിരുന്നു. ബട്ട് ദ സീസൺ ഈസ് ബീങ് ചേഞ്ച്ഡ് ഹിയർ. ഒലിവ് മരം കായ്ക്കും. ഇന്ന് പകൽക്കാലം പറഞ്ഞേ, ഒലിവ് മരം കായ്ക്കും. മുന്തിരി സന്തോഷമാണ്, അത്തി സൗഖ്യമാണ്, മാതളം സൗന്ദര്യമാണ്. അങ്ങനെയെങ്കിൽ ഒലിവ് എന്താണ്? എൻ്റെ സഹോദരങ്ങളെ, ഒലിവിനെ കുറിച്ച് നാം ശ്രദ്ധിക്കുമ്പോൾ
യഹൂദ്യ പാരമ്പര്യത്തിൽ ഒലിവ് പ്രധാനമായി ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എണ്ണ എടുക്കുവാൻ വേണ്ടിയാണ്. ഒലിവ് പഴത്തെക്കാട്ടിലും ഒലിവെണ്ണയാണ് അവിടെ ഏറ്റവും പ്രധാനമുള്ളത്. ഒലിവെണ്ണയുടെ 3 കാര്യങ്ങളെ പറഞ്ഞ് ഞാൻ പൂർത്തീകരണത്തിലേക്ക് കയറുകയാണ്. ഒലിവെണ്ണ ഉപയോഗിക്കുന്നത്, ഒന്ന്, ഒലിവെണ്ണ ഉപയോഗിക്കുന്നത് ഒരു കമ്മീഷനിങ്ങിന് വേണ്ടിയാണ്. ഇറ്റ്സ് യൂസ്ഡ് ഫോർ അനോയിൻറ്റിങ്. ഈ അനോയിൻറ്റിങ്ങിന് തന്നെ 2 തലമുണ്ട്. അനോയിൻറ്റ് ടു കമ്മീഷൻ, an anointing of commissioning. ഒരു മനുഷ്യനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ, ഒരു നിയോഗം ഏൽപ്പിക്കുക എന്നുള്ളതാണ്. an anointment is an appointment. അഭിഷേകം എന്താണ്? അഭിഷേകം ഒരു നിയോഗമാണ്. അതുകൊണ്ടല്ലേ പല കുഞ്ഞുങ്ങൾ യൗവനക്കാർക്ക് അഭിഷേകം കിട്ടത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? ദൈവഹിതത്തിന് സമർപ്പിക്കത്തില്ല. ദൈവഹിതത്തിന് സമർപ്പിക്കാൻ കഴിയാത്തവൻ്റെ കയ്യിൽ ദൈവ നിയോഗം കൊടുക്കൂ? ദൈവനിയോഗത്തിന് സമർപ്പിക്കുന്നവൻ്റെ മുകളിൽ ദൈവം കാര്യം ഏൽപ്പിക്കത്തുള്ളൂ. നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ വണ്ടിയുടെ താക്കോല് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്തവൻ്റെ കൊടുക്കുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന അഭിഷേകം, if you can submit before God, if you can surrender yourself before God, then he shall anoint you. അപ്പം anointing of commissioning, അതാണ് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 24-ാം വാക്യം, 500 ശേക്കൽ വഴനത്തൊലിയും 1 ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരൻ്റെ വിധിപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം. എന്നിട്ട് അതിൻ്റെ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അതിനാൽ നീ സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടവും മേശയും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും നിലവും വിളക്കും അതിൻ്റെ ഉപകരണങ്ങളും ധൂപപീഠവും ഹോമയാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകമായി ചെയ്യണം. അപ്പോൾ പുരോഹിതനെ, രാജാവിനെ, ദൈവാലയത്തെ മുഴുവനും അഭിഷേകം ചെയ്ത് അതിനെ നിയോഗം ചെയ്യുന്നത് എങ്ങനെയായിരുന്നോ? സ്തോത്ര, ഒലിവ് എണ്ണയിൽ കൂടെയായിരുന്നു. അപ്പോൾ ഒലിവെണ്ണ വന്നാൽ മാത്രമേ, ഒലിവ് മരം കായ്ച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? നിയോഗങ്ങൾ ലഭിക്കത്തുള്ളൂ. ഞാൻ ഒന്നും കൂടെ പറയാം, ഒലിവ് മരം കായ്ച്ചാലേ നിയോഗങ്ങൾ ലഭിക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്കകത്ത് ഒലിവ് മരങ്ങൾ കായ്ച്ചാലേ ഇതിനകത്തുനിന്ന് ചില പ്രവാചകന്മാർ എഴുന്നേൽക്കത്തുള്ളൂ. ഒലിവ് മരം കായ്ച്ചാൽ മാത്രമേ ഇതിനകത്തുനിന്ന് ചില പ്രവാചകിമാർ എഴുന്നേൽക്കത്തുള്ളൂ. നിന്റെ കുടുംബത്തിൽ ഒലിവ് മരം കായ്ച്ചാൽ നിന്റെ മക്കൾ അപ്പോസ്തലന്മാരാകാം, നിന്റെ മക്കൾ പ്രവാചകന്മാരാകാം, നിന്റെ മക്കൾ ഇടയന്മാരാകാം, നിന്റെ മക്കൾ ഉപദേഷ്ടാക്കന്മാരാകാം. ഇന്ന് പകൽക്കാലം ഞങ്ങളൊക്കെ ഈ ശുശ്രൂഷയിൽ നിൽക്കുന്നത് ഞങ്ങളുടെ പിതാക്കന്മാരുടെയോ ഞങ്ങളുടെയോ പുണ്യപ്രവൃത്തി കൊണ്ടല്ല. ഒരു ഒലിവ് മരം ഞങ്ങളുടെ വീട്ടിൽ കായ്ച്ചു, ആ ഒലിവ് മരത്തിന്റെ എണ്ണ ഞങ്ങളുടെ മേൽ വീണു, ഞങ്ങൾ അഭിഷേക്തരായി. We are anointed. എൻ്റെ കുടുംബത്തിൽ ഒരു ഒലിവ് മരം കായ്ക്കണ്ടേ? മുന്തിരി മാത്രം മതിയോ? മാതള അത്തി മാത്രം മതിയോ? എൻ്റെ വീട്ടിലൊരു ഒലിവ് മരം വേണം. എൻ്റെ കുഞ്ഞൊരു അപ്പോസ്തലനാകണം, എൻ്റെ കുഞ്ഞൊരു പാസ്റ്ററാകണം, എൻ്റെ കുഞ്ഞൊരു ഇവാഞ്ചലിസ്റ്റ് ആകണം, എൻ്റെ കുഞ്ഞൊരു മിഷണറി ആകണം. എത്ര പേര് പറയോ? ചോണയുള്ള അപ്പനും അമ്മയും കൈ ഉയർത്തി പറ, എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കണം, എൻ്റെ കുഞ്ഞിന് ജോലി കിട്ടണം, എൻ്റെ കുഞ്ഞിന് പരീക്ഷ പാസ്സാക്കണം. നോ 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 നോ, എൻ്റെ കുഞ്ഞൊരു അപ്പോസ്തലനാകണം, എൻ്റെ കുഞ്ഞൊരു പ്രവാചകനാകണം, എൻ്റെ കുഞ്ഞൊരു പാസ്റ്ററാകണം, എൻ്റെ കുഞ്ഞൊരു മിഷണറി ആകണം. തലമുറകളെ നോക്കിപ്പറ, ഒരു ഒലിവ് മരം എൻ്റെ കുടുംബത്തിൽ കായ്ക്കട്ടെ. അത് അവരെ നിയോഗത്തിലേക്ക് കൊണ്ടുപോകുക. 2, ഒലിവ് മരത്തിനകത്തു നിന്ന് എടുക്കുന്ന എണ്ണയ്ക്ക് രണ്ടാമതൊരു അഭിഷേകമുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന എണ്ണയല്ല. ആ എണ്ണ ആരുടെ കയ്യിലായിരിക്കുന്നതെന്ന് അറിയാമോ? യാക്കോബ് 5:14 അവിടെ പറയുകയാണ്, അവർ സഭയിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണപൂശി പ്രാർത്ഥിക്കട്ടെ. മലയാളത്തിൽ എണ്ണപൂശി എന്നാണ് പറയുന്നത്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അനോയിൻറ്റിങ് ഹിം വിത്ത് ഓയിൽ ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. അപ്പോൾ ഒരു എണ്ണ കൊണ്ട് എന്ത് ചെയ്യണം? അഭിഷേകം ചെയ്യണം. എണ്ണ അഭിഷേകം ചെയ്യണം. നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും മരിക്കാൻ കിടന്ന പള്ളിയിൽ നിന്ന് അച്ഛനെ വിളിച്ചിട്ട് അവസാനം തൈലാഭിഷേകം കൊടുക്കുക. എന്തിനാ തൈലാഭിഷേകം കൊടുക്കുന്നതെന്ന് അറിയാമോ? ആത്മാവ് അങ്ങ് പരലോകത്ത് പോകാൻ. പക്ഷേ ബൈബിൾ പറയുന്നത് ആത്മാവ് പരലോകത്ത് പോകാനല്ല തൈലാഭിഷേകം നടത്തുന്നത്. തൈലം പൂശുന്നത് എന്തിനാണെന്നറിയാമോ? സൗഖ്യമുണ്ടാകാൻ തക്കവണ്ണ. ഇന്ന് പകൽക്കാല് ഞാൻ പറയട്ടെ, നിന്റെ വീട്ടിലൊരു ഒലിവ് മരം കായ്ച്ചാൽ, ഞാൻ പറയോ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഒലിവ് മരങ്ങൾ കായ്ക്കുമ്പോൾ അതിനകത്തുനിന്ന് ഞങ്ങൾ ഇടിച്ചെടുക്കുന്ന എണ്ണയ്ക്കകത്ത് ഞങ്ങളത് പൂശുമ്പോൾ അവിടെ സൗഖ്യം
സംഭവിക്കുക. രഹബോത്തിനകത്ത് അസാധാരണമായ സൗഖ്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ കാരണം ഇവിടെ നിൽക്കുന്ന പാസ്റ്റേഴ്സിന്റെ അമാനുഷികത കൊണ്ടല്ല, പകരം ഇതിനകത്ത് ഒലിവ് മരമുണ്ട്, ഇതിനകത്ത് ഒലിവ് കായ്കളുണ്ട്, ഇതിനകത്ത് ഇടിച്ചെടുത്ത ഒലിവെണ്ണയുണ്ട്. Yes, our olive oil is the power of healing. Almahase. Holy Spirit, Holy Spirit, Amen. ഒലിവ് ഉണ്ടെങ്കിൽ അഭിഷക്തൻ നിയോഗങ്ങൾ കൈമാറുക. ഒലിവുണ്ടെങ്കിൽ സൗഖ്യങ്ങൾ, രോഗശാന്തികൾ, വീര്യപ്രവർത്തികൾ സംഭവിക്കുക. ആമേൻ. വീണ്ടും ഒലിവെണ്ണയുടെ മറ്റൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ, ലേവ്യ പുസ്തകം 24 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ലേവ്യ പുസ്തകം 24 അധ്യായം 2 വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണം. അപ്പോൾ ഒലിവും കായ്കൾ കായ്ച്ചില്ലെങ്കിൽ, ഒലിവുകൾ ഫലം നൽകിയില്ലെങ്കിൽ ഇരുട്ട് ദേശത്ത് പ്രബലപ്പെടും. പക്ഷെ ഒലിവ് ഫലം കായ്ച്ചാൽ ആ ഒലിവും കായ്കൾ ചതച്ചെടുത്ത് അതിനകത്തുനിന്ന് എടുക്കുന്ന എണ്ണയ്ക്കകത്ത് വിളക്കുകൾ കത്തിക്കുക. By the olive, amen, with the olive you can prevail the spirit of darkness. ഒലിവ് കായ്കൾ ഉള്ളിടത്ത് ഇരുട്ട് ജയിക്കത്തില്ല. ഒലിവ് കായ്കൾ ഉള്ളിടത്ത് വിളക്ക് നിത്യം കത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് പകൽ ഇതിനകത്ത് ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ മേൽ ഒലിവ് കായ കായ്ക്കാൻ പോവുകയാണ്. നിന്റെ ഒലിവ് വൃക്ഷങ്ങൾ കായ്ക്കാൻ പോവുകയാണ്. നിന്റെ ഒലിവ് വൃക്ഷങ്ങൾ ഫലം നൽകാൻ പോവുകയാണ്. വെളിച്ചം വ്യാപരിക്കുക. ഒരു ഇരുട്ട് നിന്റെ ദേശത്തിനും വ്യാപരിച്ചു നിൽക്കത്തില്ല. ഒരു ഇരുട്ട്, ഒരു അന്ധകാര ശക്തി, ഒരു ടെറിട്ടോറിയൽ ദൈവങ്ങളോ, ഒരു ഇരുട്ടിന്റെ ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ ഇന്ന് പകൽ നിന്റെ ഒലിവ് വൃക്ഷത്തിനകത്ത്, നിന്റെ ഒലിവ് കായ്ക്കകത്ത്, നിന്റെ ഒലിവെണ്ണയ്ക്കകത്ത് ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? നിന്റെ ഒലിവ് മരം കായ്ക്കാൻ പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ 4 ഫലങ്ങളെക്കുറിച്ച് ഇന്ന് പ്രസംഗിച്ചു. 1 മുന്തിരിവള്ളി, അത് സന്തോഷമാണ്. 2 അത്തിവൃക്ഷം, അത് സൗഖ്യമാണ്. 3 മാതളം, അത് സൗന്ദര്യമാണ്. 4 ഒലിവ്, അത് അഭിഷേകത്തിൻ്റെ എണ്ണ ഒഴുകുന്നതാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ വളരെ സ്പെസിഫിക്കായിട്ട്, പർട്ടിക്കുലറായിട്ട് പറഞ്ഞു, നീ ഇതെല്ലാം പ്രസംഗിച്ചോ, പക്ഷേ അവസാനത്തെ പോയിന്റിൽ ഡാർക്ക്നെസ്സിനെ പ്രിവെയിൽ ചെയ്യുന്ന ഒലിവ് ഓയിലിനകത്തായിരിക്കണം നീ അവസാന ശുശ്രൂഷ കൺക്ലൂഡ് ചെയ്യേണ്ടതെന്ന്. അമ്മേ, ഞാനിതുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ ഒലിവുകളെക്കുറിച്ചുള്ള പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു ഭാഗം എഴുതിയിരിക്കുന്നത് എൻ്റെ ഓർമ്മയിൽ വന്നു. കഴിഞ്ഞ രാത്രി ഞാൻ അതിനെ കൺഫേം ചെയ്തു. ആമേൻ. ഇസ്രായേലിൻ്റെ യഹൂദ്യ വൃക്ഷങ്ങളിൽ, അല്ലെങ്കിൽ ആ മിഡിൽ ഈസ്റ്റേൺ റീജിയണിൽ ഉള്ള വൃക്ഷങ്ങളിൽ വെച്ച് ഏറ്റവും താമസിച്ച് ഫലം കായ്ക്കുന്നത് ഏതാണെന്നറിയാമോ? ഒലിവ് വൃക്ഷമാണ്. ഒരു ഒലിവ് വൃക്ഷത്തിൽ ഫലം പിടിക്കണമെങ്കിൽ എത്ര നാൾ പിടിക്കണമെന്നറിയാമോ? 7 തുടങ്ങി 10 വർഷം വരെ എടുക്കോ ഒരു ഒലിവ് വൃക്ഷത്തിൽ ഫലം കായ്ക്കാൻ എന്തൊക്കെ വേണം. നമ്മുടെ നാട്ടിൽ റബ്ബർ വെട്ടണമെങ്കിൽ 7 വർഷം ആവണമെന്നൊക്കെ പറയുമല്ലോ. അതുപോലെ ഒലിവ് വൃക്ഷത്തിനകത്ത് ഫലം പിടിക്കണമെങ്കിൽ 7 വർഷം തുടങ്ങി 10 വർഷം വരെ എടുക്കുക. എന്ന് പറഞ്ഞാൽ 7ലും 8ലും 9ലും വരുന്ന ഫലങ്ങളെ അവരെടുക്കത്തില്ല. അതിനെ ഒടിച്ചു കളഞ്ഞിട്ട് 10ാം വർഷം തുടങ്ങി എന്ത് ചെയ്യത്തുള്ളൂ? ഫലം കായ്ക്കത്തുള്ളൂ. ആമേൻ. പക്ഷേ ഇത് ഫലം കായ്ക്കാൻ തുടങ്ങിയാൽ എത്ര നാൾ ഈ മരം നിൽക്കുമെന്നറിയാമോ? എത്ര വർഷം ഈ ഫലം കായ്ക്കുമെന്നറിയാമോ? 2000 വർഷം വരെ ഈ ഒലിവ് മരത്തിനായി ആയുസ്സുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രി അതെന്നെ ഇങ്ങനെ റിമൈൻഡ് ചെയ്തു. ഞാനെടുത്ത് വീണ്ടും ഒന്ന് റിസർച്ച് ചെയ്ത് കൺഫേം ചെയ്തു. എന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഉറപ്പിൽ, ധൈര്യത്തിൽ ഞാൻ പറയുകയാണ്, അമ്മേ, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടോ, ഒത്തിരി വർഷമായിട്ടിരുന്ന് ഇണ്ണ വരച്ചിട്ടോ നിന്റെ ഒലിവ് മരം കായ്ച്ചില്ല. പക്ഷേ യെസ്, ദ സീസൺ ഈസ് ഹിയർ. നീ ഒത്തിരി പ്രാർത്ഥിച്ചു,
ഒത്തിരി നീ പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ ഒലിവുമരം കായ്ക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: ഒത്തിരി പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ വിടുതലാണ്, ഒത്തിരി കാത്തിരുന്ന ചില വിഷയങ്ങളുടെ വിടുതൽ. പലരും ഒറ്റ ആഴ്ച കൊണ്ട് റോക്കറ്റ് കയറിപ്പോയപ്പോ നീ ഇത്ര കാലമായി കിടന്ന് നിക്ഷ വരയ്ക്കുക ദൈവസന്നിധിയിൽ. നിന്റെ ആൻസർ വരാൻ ഒത്തിരി താമസിച്ചോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പുരപ്പുറത്തെ പുല്ല് ഒറ്റ രാത്രി കൊണ്ട് വളർന്നു പോങ്ങോ, മുള്ളും പറക്കാരെ ഒറ്റ ആഴ്ച കൊണ്ട് നിലം നിറയോ. പക്ഷെ പിറ്റേ വെയിലത്തത് വാടിപ്പോകോ. പക്ഷേ ആഴത്തിൽ വേര് പിടിച്ച് 10 വർഷം ഫലമില്ലാതെ നിൽക്കുന്ന ഒലിവ് മരമേ, നീ 2000 വർഷം സലമഹതനിയ പ്രഭാസനകടാനിയ ലർതനിയ. ഞാൻ ഇന്ന് പകൽ ഇതിനകത്ത് ഒരു പേഴ്സണൽ ദൂത് പറഞ്ഞ് അടുത്തതിലേക്ക് കയറുകയാണ്. എൻ്റെ ഇളയത്തങ്ങൾക്കെല്ലാം ജോലി കിട്ടി, എൻ്റെ ഇളയത്തങ്ങളെല്ലാം രക്ഷപ്പെട്ടു, എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം ഗതി പിടിച്ചു. നീ മാത്രം 7 വർഷമായിട്ടും പാഴുമരം ഇങ്ങനെ നിൽക്കുക. 6 വർഷമായി, 5 വർഷമായി പാഴുമരമായി. ദേ അപ്പുറത്തേക്കുന്നതൊക്കെ 2ാം വർഷമായി കായ്ച്ചു തുടങ്ങി, 3ാം വർഷമായി സിംഗപ്പൂരിൽ പോയി, 4ാം വർഷമായി അമേരിക്കയിൽ പോയി, 5ാം വർഷം അവിടുന്ന് പിന്നെ ജർമ്മനിയിൽ പോയി, അവിടുന്ന് ഓസ്ട്രേലിയയിൽ പോയി. കിട്ടാവുന്നതെല്ലാം മേടിച്ച് അവനിങ്ങനെ അടിച്ചു. അവൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കുന്നേ, അവൻ 110 കറങ്ങുക. നീ ഇന്നും 6 വർഷമായി, 7 വർഷമായി, ഇന്നും പാഴ്മരം ഇങ്ങനെ നിൽക്കുക. പക്ഷേ ഒലിവ് മരമേ, നീ 7 വർഷം പാഴ്മരമായിരുന്നു, 8 വർഷം പാഴ്മരമായിരുന്നു. പക്ഷേ നിന്റെ ഹാർവസ്റ്റ് സീസൺ ഈ ആലയത്തിൻ്റെ അടിസ്ഥാനത്തിനകത്ത് റബലഘടകസ്യ പ്രവാചനഘടകധര രഗലഘടകസ്യ ധാരഘടകസ്യ. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു അഭിഷക്തൻ എൻ്റെ അടുക്കൽ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഒരു പഴയ കാറിൽ ഒരു മീറ്റിങ്ങിന് ഒരിടത്ത് ചെന്നു. അവിടെ നിന്നൊരു വയോധികനായ അപ്പച്ചൻ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ബ്രദറെ, നിങ്ങളുടെയൊക്കെ പിന്നെ വന്ന പിള്ളേർ സെറ്റൊക്കെ വന്നതിൻ്റെ 2 മാസം കഴിഞ്ഞപ്പോഴേ നല്ല പുതിയ കാറുകളെടുത്തൊക്കെ ഇങ്ങനെ ചെത്തി മിന്നുമ്പോൾ അഭിഷക്തൻ ഇപ്പോഴും ഈ പഴയ ചടാക്കിൽ തന്നെയാണോ എന്ന്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, ഇന്നലെ വന്ന പലരും മിന്നി പോകുമ്പോൾ നീ പഴയ ചടാക്കി നടക്കുമ്പോൾ, നീ ഇന്നും ഒരു പാഴ്മരം പോലെ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ചോദിക്കുന്നുണ്ടായിരിക്കുക, എന്താ കർത്താവേ എന്ന്. നീ ഒരു കാര്യം അറിയണോ? ഒലിവ് മരത്തിൽ നിന്ന് എണ്ണ എടുക്കാനുള്ളതാ, ഒലിവ് മരത്തിൽ നിന്ന് വിളക്ക് കത്തിക്കാനുള്ളതാ, ഒലിവ് മരത്തിൽ നിന്ന് നിയോഗം കൈമാറാനുള്ളതാ, ഒലിവ് മരത്തിൽ നിന്ന് ഒരു ശുശ്രൂഷ വെളിപ്പെടുത്താനുള്ളതാ.